Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികർ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 252 സൂം വെബിനാറാണല്ലോ ഇന്ന് നടക്കുവാനായിട്ട് പോകുന്നത്. ഒറ്റ വാക്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. കഴിഞ്ഞ 251 വെബിനാറുകൾ യാതൊരു മുടക്കം കൂടാതെ ദൈവകൃപയാൽ ഭംഗിയായി നടത്തുവാൻ നമുക്ക് ഇടയായി. ആത്മീയവും സാമൂഹികവും ആരോഗ്യപരവും സഭാസംബന്ധമായുമൊക്കെയും അനവധി വിഷയങ്ങൾ ഈ വെബിനാറുകളിൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചർച്ചകളിലൊക്കെയും പങ്കെടുക്കുവാനായിട്ട് ഒക്കെയും നമുക്ക് ഇടയായി. ഇന്നും അപ്രകാരം ഒരു വിഷയം നമ്മൾ കേൾക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടൊക്കെ പോവുകയാണല്ലോ. നമ്മുടെ എല്ലാ മീറ്റിങ്ങും ആരംഭിക്കുന്നത് പ്രാരംഭ ഗാനത്തോടു കൂടിയാണല്ലോ. അപ്രകാരം ഇന്ന് നമ്മൾ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് സാം ജോർജ് പള്ളിപ്പാടിനെയാണ്. വർഷങ്ങളായി ദൈവരാജ്യ ശുശ്രൂഷയിൽ ഭാഗവാക്കായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സാം ജോർജ്. ഇപ്പോൾ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഗോസ്പൽ ടീമായിരിക്കുന്ന കാവൽ ഗോസ്പൽ ടീമിൽ അംഗമായി ശുശ്രൂഷ ചെയ്യുന്നു. മുൻപ് ഫ്രീഡം ഇൻ ജീസസ് മിനിസ്ട്രിയിലൊക്കെയും വളരെ ഭംഗിയായി ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളിയായ വ്യക്തിയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഗാനം ആലപിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. പ്രാരംഭ ഗാനത്തിനായിട്ട് ശ്രീ സാം ജോർജിനെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിച്ചോളൂ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപ. നന്ദി യേശുവേ, നന്ദി യേശുവേ, കോരായിരം നന്ദി. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തുന്നതാൽ, വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാൽ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാം തീരാത്ത വൻകൃപ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. താങ്ക് യു ശ്രീ സാം ജോർജ്. അനുഗ്രഹീതമായ ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു ഗായകനാണ്, അതുപോലെ തന്നെ കൺവെൻഷൻ പ്രാസംഗികനാണ്. ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇവാഞ്ചലിസ്റ്റ് ആൻസി സാം പള്ളിപ്പാടാണ്. ശ്രീ സാം ജോർജിൻ്റെ സഹധർമ്മിണിയാണ് ആൻസി. അതുപോലെ തന്നെ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളിയാണ്, നല്ലൊരു പ്രാസംഗികയാണ്. അങ്ങനെ ഇരുവരും ഒരുമിച്ച് ദൈവരാജ്യ കെട്ടുപണിക്കായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് താല്പര്യം കാണിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഏവരുടെയും പേരിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും മാറാത്തവനുമായ സ്വർഗീയ നല്ല പിതാവ്, രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
ആയുസിന്റെ ഒരു ദിവസം കൂടി യേശു തമ്പുരാനെ നീ ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, എത്ര അനേകർ കർത്താവെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി ദൈവസന്നിധിയിൽ മാറ്റപ്പെട്ടപ്പോൾ തമ്പുരാനെ ആയുസിന്റെ ഒരു ദിവസം കൂടി നീ ഞങ്ങൾക്ക് നീട്ടിത്തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഇത്രത്തോളം നീ ഞങ്ങളെ മാനിക്കുവാൻ ഞങ്ങളിൽ ഒരു യോഗ്യതയും ഇല്ല തമ്പുരാനെ. അപ്പൊ ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവെ ഗൂഗിൾ മീറ്റിംഗായി കർത്താവെ അപ്പന്റെ സന്നിധിയിലോട്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കടന്നു വരുമ്പോൾ സ്വർഗം അവിടുന്ന് ഇടപെടുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഇന്ന് തമ്പുരാൻ ഇടപെടുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകാൽ കർത്താവെ ബഹുമാനപ്പെട്ട നിബു അച്ഛനെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഇന്ന് കർത്താവെ പ്രിയപ്പെട്ട മകനിലൂടെ ഞങ്ങൾക്ക് കർത്താവെ പല കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കർത്താവെ. ബൈബിൾ സംബന്ധമായി ഞങ്ങൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് ഇടപെടുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മകനിലൂടെ കർത്താവ് ഇടപെടുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ബുദ്ധിയെയും ബുദ്ധിമണ്ഡലങ്ങളെയും ഒക്കെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ആയിരിക്കാൻ കർത്താവെ നീ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ചെറുതും വലുതുമായി കർത്താവ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രിയിൽ വ്യക്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചാട്ട് കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് സംഗ്രഹിക്കുവാൻ തക്കവണ്ണം അപ്പൻ അവിടുന്ന് പ്രിയപ്പെട്ട മകനെ അവിടുന്ന് ഒരുക്കിയെടുത്താട്ട് കുടുംബമായിട്ട് അച്ഛനെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സൂം മീറ്റിംഗിൽ ആരെങ്കിലും പ്രതിസന്ധികളിൽ കർത്താവെ, പ്രയാസത്തിൽ, ദുഃഖത്തിൽ കർത്താവെ, രോഗത്തിന്റെ പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ, നെടുവീർപ്പുകളിൽ ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സ്വർഗമേ ഇന്ന് രാത്രിയിൽ അവരെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ അത്യന്തമാകുന്ന ശക്തി, അങ്ങയുടെ ാണിപ്പാടുള്ള ഇന്ന് രാത്രിയിൽ പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അതിവേഗം സഞ്ചരിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ. ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവിടുന്ന് ഇറങ്ങിച്ചെല്ലുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ഇടപെടണം, അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പൊ തന്ന കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. നന്ദി കർത്താവെ. അപ്പൊ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് കർത്താവെ, ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. മാനവും മഹത്വവും എന്റെ അപ്പന് മാത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ആൻസി സാം. വളരെ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതലായി ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ശോഭിപ്പാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ ഇന്നത്തെ മീറ്റിങ്ങിലൂടെ ബഹുമാനപ്പെട്ട നെബു കെ വർഗീസ് അച്ഛനിലൂടെ പുതിയ നിയമം, ചില വേറിട്ട ചിന്തകൾ എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണല്ലോ. ഇന്ന് നമുക്ക് മോഡറേറ്ററായിട്ടിരിക്കുന്നത് ശ്രീമതി ബിന്ദു എബ്രഹാം. ബിന്ദു കൊച്ചമ്മയാണ്. മാർത്തോമാ സഭയിലെ പ്രഗത്ഭനായ വൈദികനും ഇപ്പോൾ ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠ് സെമിനാരി പ്രിൻസിപ്പൽ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം സ്കറിയ അച്ഛൻ്റെ സഹധർമ്മിണിയാണ്. അപ്രകാരം അറിയപ്പെടാനാണ് കൊച്ചമ്മ ആഗ്രഹിക്കുന്നതും. എന്നാൽ കൊച്ചമ്മ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറും കൗൺസിലറുമാണ്. വൈവിധ്യമാർന്ന പല മേഖലകളിലും കൊച്ചമ്മ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവല്ല സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൻ്റെ കൗൺസിലറായി കൊച്ചമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ജസ്റ്റിസ്, പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ ടീം ലീഡറായിട്ട് കൊച്ചമ്മ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാരിറ്റാസ് ഇന്ത്യ അതിൻ്റെ റീജിയണൽ ഓഫീസിൽ കൊച്ചമ്മ ഡോക്യുമെൻ്റ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ കൊച്ചമ്മ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. കൊച്ചമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ. കൊച്ചമ്മ എന്നും സൗഹൃദങ്ങളെ വളരെ ഊഷ്മളമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ചുറ്റുമുള്ളവരെ വളരെ നല്ല ദിശാബോധത്തോടെ വഴി നടത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ പറയുവാനായിട്ട് പലതുമുണ്ടെങ്കിലും ഇപ്പോൾ സമയത്തിൻ്റെ കുറവ് കാരണം കൂടുതൽ കാര്യങ്ങൾ കൊച്ചമ്മയെ പറ്റി പറയുവാനായിട്ട് ഞാൻ മുതിരുന്നില്ല. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ മോഡറേറ്റർ ആകുവാൻ സമ്മതിച്ചുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബിന്ദു കൊച്ചമ്മയെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ മോഡറേറ്ററായിട്ട് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. Thank you, Benny. Thank you so much. Good evening, everyone. Actually, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ 252nd വെബിനാറിനകത്ത് എനിക്കിങ്ങനൊരു മോഡറേറ്ററായിട്ട് നിൽക്കുവാനും, എസ്പെഷ്യലി എന്നോട് പറഞ്ഞത് നെബു അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും. സോ ഐ വാസ് വെരി ഹാപ്പി ടു ടേക്ക് അപ്പ് ദാറ്റ് റോൾ, നെബു അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നെബു അച്ഛൻ ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് ഞങ്ങൾ ധർമ്മജ്യോതിയിൽ വർക്ക് ചെയ്യുന്നത്. സോ ഐ വാസ് വെരി ഹാപ്പി ടു ടേക്ക് ദിസ്. പിന്നെ ബെന്നി പറഞ്ഞ എല്ലാ നല്ല വാക്കും നന്ദി. ആക്ച്വലി ഷിക്കാഗോയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരിടവകയിലായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഒരു ഈ ഗ്രൂപ്പ് തന്നെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഗ്രൂപ്പ് തന്നെ വളരെ
സ്കോളർലി പീപ്പിൾ ആണ് ഇവിടെ പങ്കെടുക്കുന്നത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി എ വെരി ഗ്രേറ്റ് ഫോറം. And I have great appreciations for everyone who attends it regularly and who is organizing it. എല്ലാവരും എൻ്റെ I'm grateful to you all. ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പുതിയ നിയമം വേറിട്ട ചില ചിന്തകൾ. The New Testament, some unconventional reflections. Actually, in just one sentence about this topic is, actually it is always good to have a confusion in our life rather than practicing what we have been thinking and practicing from traditions, because time is changing, the society is changing, everything around us is changing. എന്നിട്ട് നമ്മൾ ആദ്യ ഒരു കാര്യം തന്നെ, ഒരു പഴയ കാര്യം തന്നെ മുമ്പോട്ട് കൊണ്ടുവന്നു. അത് ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും എന്ത് പറഞ്ഞാലും ഒത്തിരിയും നല്ലൊരു കാര്യമാണ് ഈ ഒരു കുറച്ച് അറ്റ്ലീസ്റ്റ് വേറിട്ട് ചിന്തിക്കുന്നത്, പിന്നെ കുറച്ച് കൺഫ്യൂഷൻസിലേക്ക് പോകുന്നത് തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ നെബുവച്ചൻ വിൽ ലീഡ് us in the best way. Actually, he is the right person to lead this session because അച്ഛൻ ഞങ്ങളുടെ ധർമ്മജ്യോതി വിദ്യാപീഠിലെ ഫാക്കൽറ്റിയാണ് ന്യൂ ടെസ്റ്റമെന്റ്. അപ്പോ വളരെ നല്ലതായിട്ട് അച്ഛൻ ഈ ക്ലാസ് സെഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് വാക്കുകളിൽ ഞാൻ അച്ഛനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അച്ഛനെ പറ്റി നല്ലൊരു റൈറ്റപ്പ് വിൽസൺ സാറ് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഓദ്ര സ്വദേശിയാണ്, എബനേസർ പള്ളിയിൽ നിന്ന്, എബനേസർ മാർത്തോമ ചർച്ചിലെ മെമ്പറാണ്. ആൻഡ് എനിക്ക് ഇതിനകത്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ ഹീസ് വെരി പ്രൗഡ് ടു ബി ഫ്രം ഓദ്ര ആൻഡ് പ്രൗഡ് ടു ബി മെമ്പർ ഓഫ് ദാറ്റ് എബനേസർ ചർച്ച്. അച്ഛന് ഭയങ്കര സന്തോഷമാണ് അച്ഛനെ ഓദ്രയെ പറ്റി പറയുമ്പോഴൊക്കെ. ആ എനർജി ലെവൽ ഐ ഹാവ് സീൻ ഇറ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അച്ഛന് BD കഴിഞ്ഞിട്ട് MTH കഴിഞ്ഞു ഇൻ ദിസ് ന്യൂ ടെസ്റ്റമെന്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വി വെന്റ് ടു ധർമ്മജ്യോതി. അച്ഛന്റെ സിഗ്നേച്ചർ വർക്ക് വാസ് ഇൻ എവ്രിവെയർ, എസ്പെഷ്യലി ഇൻ മിൻഷിയാരി. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ബിക്കോസ് അലോങ് വിത്ത് അച്ഛൻ വി ഓൾസോ വിസിറ്റഡ് ദ പ്ലേസ്. അച്ഛൻ 2012 to 2018 വരെ അവിടെ വർക്ക് ചെയ്തു. അവിടുത്തെ മിനിസ്ട്രി ഈസ് വെരി ചാലഞ്ചിങ്, എല്ലാവർക്കും അറിയാം, വളരെ ചാലഞ്ചിങ് ആണ്. അച്ഛൻ അവിടെ 6 വർഷം നന്നായിട്ട് പ്രവർത്തിച്ചു. ഹി ഹാഡ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ വില്ലേജസ്, ദ കമ്മ്യൂണിറ്റി മെമ്പർ. അവിടുത്തെ സ്കൂൾസ് എല്ലാം നന്നായിട്ട് ബ്രോട്ട് അപ്പ് ഇൻ എ വെരി ഗുഡ് വേ. So that is something great. It's very easy to work in plains. It's very difficult to work in hills. അപ്പൊ അച്ഛൻ അവിടെ ഒരു നല്ല ഒരു പ്രവർത്തനം കാഴ്ചയിട്ടു. He has a compassionate heart. വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അച്ഛൻ. അതുപോലെ തന്നെ he works with very നല്ല zeal-ഉള്ള മനുഷ്യനാണ് for to work for Christ. And another thing which I have seen is he loves everyone, not only human beings. He loves the nature. ചെടികളെയും പൂക്കളെയും മൃഗങ്ങളെയും മനുഷ്യരെയും എല്ലാവരെയും നല്ലതായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നെബുവച്ചൻ. അപ്പൊ ഞങ്ങൾ തന്നെ വളരെ ഹാപ്പിയാണ് ടു വർക്ക് ആസ് എ ടീം ഇൻ ധർമ്മജ്യോതി. വി ആർ റിയലി ഹാപ്പി ടു ബി ആസ് എ ഫാമിലി മെമ്പർ ഇൻ ധർമ്മജ്യോതി. അച്ഛന്റെ ഫാമിലിയെ പറ്റിയിട്ട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. അച്ഛന്റെ വൈഫ് ക്രിസ്റ്റീന ഈസ് ഈക്വലി പൊട്ടൻഷ്യൽ എ പേഴ്സൺ. അതുപോലെ തന്നെ വളരെ സിൻസിയർ ഉള്ള കുട്ടിയാണ്. ക്രിസ്റ്റീന നമ്മളുടെ അനിയൻകുഞ്ഞു പുല്ലാട് മുദേശിയുടെ മോളാണ്. ആൻഡ് they have got 2 intelligent children. Nihal is in 2nd grade and Noah is UKG. അങ്ങനെ വളരെ നല്ല ഒരു മിനിസ്ട്രിയിൽ വളരെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛനും കൊച്ചമ്മയും മക്കളുമാണ്. So I'm very happy to be with you all in this session. And now over to നെബുവച്ചൻ. താങ്ക് യു അച്ഛമ്മേ. ഇന്നത്തെ ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന്റെ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 252ാമത്തെ ഓൺലൈൻ മീറ്റിംഗിൽ നിങ്ങളെല്ലാവരോടും ഒപ്പം ഭാഗഭാക്കാകുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അധ്യക്ഷം വഹിക്കുന്ന ബെന്നി പരിവളം സാറിനോടും ഇന്ന് മോഡറേറ്റ് ചെയ്യുന്ന സ്നേഹമുള്ള ബിന്ദു എബ്രഹാം കൊച്ചമ്മയോടും എന്നെ ഈ ചുമതലയ്ക്കായി ചുമതല ഏൽപ്പിച്ച ബഹുമാനായ വിൽസൺ കെഡ്മിനൂർ സാറിനോടും ഉള്ള സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഈ ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന്റെ ചില മീറ്റിങ്ങുകളിലെങ്കിലും സംബന്ധിച്ചിട്ടുണ്ട്.
ഐ ലൈക്ക് ദ ഡിസ്കഷൻ പാർട്ട് വെരി മച്ച്. കൊച്ചമ്മയെ പറഞ്ഞതുപോലെ വളരെ ഗൗരവപൂർവ്വം വേദപുസ്തകത്തെയും ആധ്യാത്മികതയും കാണുന്ന മാർത്തോമാക്കാർ, വൈദികരും അവൈദികരും ഉൾപ്പെടുന്ന ഈ സമൂഹം എല്ലാവരെയും വലിയ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ ഓർക്കുന്നു. നിങ്ങളുടേതായ മേഖലകളിൽ എല്ലാവരും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ്. വേദപുസ്തകത്തെ വളരെ ഗൗരവമായി പഠിക്കുന്നവരാണ്. നിങ്ങളുടെ മുമ്പിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഉള്ള അവബോധം എനിക്കുണ്ട്. എൻ്റെ ചെറുപ്പം എനിക്കറിയാം. എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിചയക്കുറവ്, അറിവിൻ്റെ പരിമിതി എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഗുരുക്കന്മാരുടെയും ഗുരുതുല്യരായ അച്ഛന്മാരുടെയൊക്കെ സാന്നിധ്യം അല്പമല്ലാതെ പരിഭ്രമിപ്പിക്കുന്നുമുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചമ്മ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. കൊച്ചമ്മ ഞങ്ങളുടെ ക്യാമ്പസിന് അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഈ ദേശത്തിന്, ഗ്രാമവാസികൾക്ക്, ഹരിയാനയിലാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ചുറ്റുപാടുള്ള ഗ്രാമവാസികൾക്കും അനുഗ്രഹമായി പ്രിയപ്പെട്ട കൊച്ചമ്മയെ ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്നു. കൊച്ചമ്മയുടെ സ്നേഹത്തിനും കരുതലിനും ഒക്കെ പ്രത്യേകം നന്ദി. വാക്കുകൾക്കും പ്രത്യേകം നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു. പുതിയ നിയമം ചില വേറിട്ട ചിന്തകൾ എന്ന വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയം ഇപ്രകാരം കോയിൻ ചെയ്തതിനും ഞാൻ വിൽസൺ കരിമ്പന്നൂർ സാറിനോട് നന്ദി അറിയിക്കുന്നു. എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ് എന്താണ് പറയേണ്ടത്, കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ സംശയമില്ലായിരുന്നെങ്കിലും അതിനെങ്ങനെയാണ് ഒരു തലക്കെട്ട് നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ടായി. വിൽസൺ സാറ് വാസ് ഇൻ എ ഹറി. ഞാൻ അതിനുവേണ്ടി ഒരു മണിക്കൂറൊക്കെ ഇരുന്നെങ്കിലും എനിക്കൊരു കൃത്യമായ ഒരു ടൈറ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒടുവിൽ അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്തു ഓട്ടയ്ക്ക് മോനെ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ. അതാണ് പുതിയ നിയമത്തിൻ്റെ ചില വേറിട്ട ചിന്തകൾ. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അൺകൺവെൻഷനലായി എന്നുള്ളത് അല്പം മുമ്പോട്ടായെങ്കിലും മലയാളത്തിൽ അത് വലിയ തെറ്റില്ലാത്തതാണ് എന്നുള്ളതും അതിന് പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. വേദപുസ്തകത്തെക്കുറിച്ച് വലിയ താല്പര്യമുള്ള, അറിവുള്ള ആളുകളാണ് നമ്മൾ. സകല വിശ്വാസ ഉപദേശ വിഷയങ്ങൾക്കും ആധാരമായി, സകല വൈദിക വിഷയങ്ങൾക്കും ആധാരമായി 66 പുസ്തകങ്ങൾ അടങ്ങിയ, പുതിയ പഴയ നിയമങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തെ സ്വീകരിച്ചിരിക്കുന്ന സഭയാണ് നമ്മുടെ സഭ. വേദപുസ്തകം നമ്മുടെ മതഗ്രന്ഥമാണ്. ഇറ്റ്സ് എ സ്ക്രിപ്ചർ. ഇറ്റ് ഈസ് വേർഡ് ഓഫ് ഗോഡ് ഫോർ അസ്. വേദപുസ്തകത്തിന്റെ ആധികാരികത, നിസ്തുലത, ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും അല്പം പോലും സംശയമുള്ളവരല്ല നമ്മൾ. ആ വിഷയങ്ങളിലേക്കൊന്നും കടന്ന് പഠിപ്പിക്കേണ്ടതോ ആയിട്ടില്ല. വളരെ വചനത്തിൽ വേരുറച്ച് വളർന്നവരാണ് നമ്മൾ. അതുപോലെ ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ടോക്ക് പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിലേക്കാണ് എൻ്റെ ഒരു ഫോക്കസ് പോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സംശയം ഒന്നും തന്നെ ഇല്ല, പഴയ നിയമത്തിൻ്റെ നിവൃത്തിയാകലാണ്, തുടർച്ചയാണ് പുതിയ നിയമം. യേശു കർത്താവ് സംശയത്തിനൊട്ടും ഇട നൽകാതെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലൂടെ ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനാണ് വന്നത്. ഈ യേശു വചനമാണ് നമ്മുടെ ഈ ബോധ്യത്തിന് ആധാരം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെ പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഈ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ. എന്നാൽ എൻ്റെ വായനയിൽ എനിക്ക് ഈ കാര്യത്തിൽ അത്ര ഒരു സ്മൂത്ത് കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ 1-2 വാക്യങ്ങളുടെ ഒരു അവലംബം ആയി എടുത്തുകൊണ്ട് പറയാം. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്.
തുടർച്ചയാണ് എന്ന്. അതിൽ അല്പം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. എവിടെയാണ് ഇവിടെ തുടർച്ച, നിവർത്തിക്കൽ? ഒന്ന് പറഞ്ഞിരിക്കുന്നു പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. മറ്റൊരിടത്ത് പറയുന്നു ആന്റിതീസിസ്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. താഴോട്ട് വായിക്കുമ്പോൾ, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് എന്നുള്ളതിന് എംഫസിസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഒരു സാധാരണ മനസ്സോടെ, അധികം അക്കാദമികമല്ലാത്ത എന്നാൽ ശ്രദ്ധയുള്ളൊരു മനസ്സോടെ നമ്മൾ വായിക്കുമ്പോൾ വി സീ ഡിസ്കണ്ടിന്യൂറ്റീസ് മോർ ഹിയർ. പഴയ നിയമത്തിന്റെ തുടർച്ച എന്ന് പറയുന്നെങ്കിലും അതിൽ നിന്നും അപ്പുറമായത്, എൻറ്റയർലി ഓപ്പോസിറ്റ്, പോളാർ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ, ആന്റിതെറ്റിക്കൽ എന്ന് പറയുന്നത് പോലെയുള്ള പൊസിഷനിങ് ആണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. തുടർച്ചയേക്കാൾ കൂടുതൽ ഇടർച്ച കണ്ടുപോവുകയാണ്, ഡിസ്കണ്ടിന്യൂറ്റീസ് കണ്ടുപോവുകയാണ്. അതുകൊണ്ട് അതിനെ ഇടർച്ച എന്നുള്ള നിലയിൽ നിങ്ങൾ എടുക്കണമെന്നില്ല. ഞാനും അതിനെ അങ്ങനെയല്ല എടുക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂ തിങ്. ഈ മാർസിയോൺ ഉണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ. മാർസിയോണ് പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. പഴയ നിയമത്തിലെ ദൈവം, ഗോഡ് ഓഫ് ദ ഹീബ്രു ബൈബിൾ, അങ്ങനെയാണ് ടേം പഴയ നിയമത്തെ. ഗോഡ് ഓഫ് ദ ഹീബ്രു ബൈബിൾ വാസ് ഇൻകൺസിസ്റ്റന്റ്, ജലസ്, റാത്ത്ഫുൾ, ജനസിഡൽ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ. അതുകൊണ്ട് പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു മാർസിയോനൈറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളല്ല ഞാൻ. നോട്ട് മാർസിയനൈറ്റ്. എന്നാൽ അതേസമയം തന്നെ പുതിയ നിയമത്തിന്റെ ഇപ്രകാരമുള്ള ഡിസ്കണ്ടിന്യൂറ്റിയെ കുറിച്ചുള്ള ഒരു നല്ല ബോധം നമുക്കുണ്ടാവണം എന്നുള്ള ഒരു ശാഠ്യം നമുക്കുണ്ട്. എനിക്ക് അല്പമായെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയെ, ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ടെൻഷൻ, തുടർച്ച, ഇടർച്ച, ഈ സംഘർഷത്തെ ഉൾക്കൊള്ളുവാനായി പുതിയ നിയമത്തിനെ സമീപിക്കേണ്ട വിധം, എങ്ങനെയാണ് നമ്മൾ പുതിയ നിയമത്തെ സമീപിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ഒരു ജാഗ്രത, ഒരു ഹെർമന്യൂട്ടിക്കൽ കോഷൻ, ഒരു വ്യാഖ്യാനപരമായ ജാഗ്രത, അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സെഷൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തെ, ദൈവവചനം നമുക്കറിയാവുന്ന ടേമുകളെല്ലാം സ്ക്രിപ്ചർ, വേർഡ് ഓഫ് ഗോഡ് എന്നതിനൊക്കെ അപ്പുറമായി, ദിസ് ഇസ് എ ന്യൂ വേൾഡ് വ്യൂ. ഇതൊരു ആശയ ലോകമാണ്. ദിസ് ഇസ് എ ന്യൂ ഐഡിയോളജി. ദിസ് ഇസ് എ ന്യൂ ഹെർമന്യൂട്ടിക്കൽ ടൂൾ. ഇതൊരു വ്യാഖ്യാനപരമായ ഒരു പുതിയ ഒരു ടൂളാണ് എന്നുള്ളതൊക്കെയും നമ്മുടെ അറിവിനോട് ചേർത്ത് വെച്ച് അതിലൂടെ ഇന്ന് അറ്റാച്ച് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഡിസ്കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യമായി പറയാനുള്ളത് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുതിയ ഹെർമനൂട്ടിക്സിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേര് ഒരു ക്രൂശിത ക്രിസ്തു കേന്ദ്രീകൃത വ്യാഖ്യാന ശാസ്ത്രം എന്നാണ്. വെറും ക്രൈസ്റ്റ് സെന്റേർഡ് ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്നില്ല. ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, സഫറിംഗ് മെസ്സിയാനിക് ഹെർമനൂട്ടിക്സ്, ക്രൂസിഫൈഡ് മെസ്സിയ എന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് നമ്മുടെ ഒരു ഇന്റർപ്രറ്റീവ് ബോധ്യങ്ങളെ മുഴുവൻ രൂപപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. Because the crucified Christ was actually a crisis of faith. ക്രൂശിതനായ മശിഹ, കുരിശിക്കപ്പെടുന്ന സഫറിംഗ് മെസ്സയ എന്നുള്ള കാര്യം, ചരിത്രപരമായ കാര്യം,
പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം, പഴയ നിയമത്തിന്റെ അതുവരെയുള്ള വ്യാഖ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത്. ഞാൻ ജെയിംസ് ആർ എഡ്വേർഡ്സ്, അടുത്ത കാലത്തുള്ള ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളറുടെ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നുള്ള ചില സെന്റൻസുകൾ വായിക്കുകയാണ്. ദ തോട്ട് ഓഫ് എ സഫറിംഗ് മെസ്സയ വാസ് ഫോറിൻ ടു പ്രീ ക്രിസ്ത്യൻ ജുഡായിസം, ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് സെഞ്ചുറി ജുഡായിസം. No canonical OT text and no pre-Christian Jewish text that we know of. പഴയ നിയമത്തിൽ ഒരു പുസ്തകവും ക്രിസ്തു മതം പ്രീ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിത്വത്തിന് പിന്നിലുള്ള ഒരു പുസ്തകവും that we know of, നമുക്കറിയാവുന്ന ഒന്നും അസോസിയേറ്റ് സഫറിംഗ് വിത്ത് ദ മെസ്സയ, മെസ്സയായുമായി ബന്ധപ്പെട്ട് സഫറിങ്ങിനെ കണക്ട് ചെയ്യുന്നേയില്ല. അതുവരെയുള്ള ബോധ്യത്തെക്കുറിച്ചാണ് പറയാം. Messiah is to restore Israel, rebuild the Holy Temple, gather the Jewish exiles, establish an era of global peace. ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ, ദൈവാലയം പുനഃസ്ഥാപിക്കുന്നവൻ, പുനഃപണി നടത്തുന്നവൻ, യഹൂദന്മാരിൽ നിന്ന് ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കുന്നവൻ, ഒരു ആഗോള സമാധാനം പുനഃസ്ഥാപിക്കുന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ് അവർ മെസ്സിയായെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കാനോനിക്കൽ ഹീബ്രൂ സ്ക്രിപ്ചർ 39 ബുക്സിന് പുറത്തേക്ക് പോയാലും ഈവൻ ദ സ്യൂഡ് എപ്പിഗ്രഫ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ബുക്സ് ഉണ്ട്, പലർക്കും അറിയാമെന്ന് കരുതുന്നു. അതിൽ ഒരു 5 പുസ്തകങ്ങളിൽ മെസ്സിയായെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കാണാൻ പറ്റും. സാംസ് ഓഫ് സോളമൻ, ഫസ്റ്റ് ഇനോക്ക്, 4 is എസ്ര, ടെസ്റ്റമെന്റ് ഓഫ് ദ 12 പാട്രിയാർക്സ് ആൻഡ് സിബ്ലൈൻ ഓറക്കിൾസ്. ഇങ്ങനെയുള്ള 5 പുസ്തകങ്ങളിലും മെസ്സിയായെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിന് പുറത്തേക്ക് പോയാൽ പോലും അതൊക്കെ നമ്മുടെ പൗലോസിനൊക്കെ അറിയാവുന്ന പുസ്തകങ്ങളാണ്. നമ്മൾ ഈ സ്യൂഡ് എപ്പിഗ്രഫ അതൊക്കെ പറയും, അറിയാവുന്നതാവാം എന്ന് കരുതാവുന്നതാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ മെസ്സിയായെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ചിന്ത, സഫറിംഗ് സെർവന്റ് ഓഫ് ഗോഡ്, സഫറിംഗ് മെസ്സയ എന്നുള്ള ഒരു ചിന്ത ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, കുറച്ചുകൂടെ വായിക്കട്ടെ. ഓൺ ദ കോൺട്രി മെസ്സയ വിൽ ബി എ ഹോളി കോൺക്വറർ who will consummate the era of salvation, vanquish all enemies by the word of his mouth, subject the nations to yoke of Israel, and sit on his glorious throne to judge earthly kings and rulers. അപ്പൊ നമുക്കുള്ള ചോദ്യമാണ്, സെർവന്റ് ഓഫ് ദ ലോർഡ്, സഫറിംഗ് സെർവന്റ് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് വായിക്കട്ടെ. ട്രൂ, ദ സെർവന്റ് ഓഫ് ദ ലോർഡ് ടെക്സ്റ്റ് ഇൻ ഐസയ depict a suffering righteous one, but the servant of the Lord is never identified as Messiah. And Judaism never understood servant of the Lord text to refer to Messiah. Pre-Christian Judaism, പുതിയ നിയമത്തിന് മുമ്പുള്ള യഹൂദ, പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള യഹൂദ ഹെർമനൂട്ടിക്സിൽ ഒരിക്കലും നമ്മൾ കാണുന്ന കഷ്ടപ്പെടുന്ന ദാസൻ മെസ്സിയായുമായി കണക്ട് ചെയ്തുള്ള ഒരു വ്യാഖ്യാന രീതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ 60 ജീവിച്ചിരുന്ന എമിൽ ഷൂവർ എന്ന് പറയുന്ന ഒരു യഹൂദ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ പറയുന്നത്, in none of the many works discussed here is there the slightest allusion to an expiatory, പാപപരിഹാര അല്ലെങ്കിൽ പ്രായശ്ചിത്ത സഹനം, എക്സ്പിയേറ്ററി സഫറിംഗ് ഓഫ് ദ മെസ്സയെ കുറിച്ച് ഒന്നിലും അങ്ങനെ ഒരു ഫോക്കസ് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് കാണാം. നിരന്തരം പത്രോസിനൊക്കെ ഉണ്ടായ സംഘർഷം അതാണ്. പത്രോസിന്റെ ഇച്ഛാഭംഗം അതാണ്. യൂദാസിന്റെ ഇച്ഛാഭംഗം അതാണ്. ഒരു തരത്തിൽ നമുക്കറിയാം. മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയ പത്രോസൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു നോളജ് സിസ്റ്റത്തിനകത്തേക്ക് ഒന്ന് പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കോൺക്വറൻ മെസ്സിയായുടെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാനേ പറ്റും. അതുകൊണ്ടാണ് സഫറിങ്ങിനെ കുറിച്ച് കേട്ടപ്പോൾ വലിയ ആഘാതമുണ്ടായത്. നീ ദൈവപുത്രനായ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോഴും
അടുത്ത സെനൻസിൽ സഫറിങ്ങിനെ കുറിച്ച് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ യേശു കർത്താവ് ക്രോസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ക്രോസ് വാസ് ബീയിങ് ഇൻട്രൊഡ്യൂസ്ഡ്. ഉടനെ തന്നെ പത്രോസ് ക്ഷോഭിക്കുകയാണ്. പത്രോസ് ക്ഷോഭിക്കുന്നതിനപ്പുറമായി പത്രോസിന്റെ ഉള്ളം കലങ്ങുകയാണ്. നിനക്കങ്ങനെ ഭവിക്കരുതേ. പത്രോസിന്റെ സ്നേഹത്തിന്റെ തിരത്തള്ളലാണ് നമ്മളിവിടെ കാണുന്നത്. പത്രോസ് അത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. പിന്നീട് അതാണ് തള്ളിപ്പറയലായി മാറിയതൊക്കെ നമ്മൾ കാണും. ഇത് പ്രതീക്ഷിക്കാത്ത അവസാനമാണ്. പൗലോസിനോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ചുരുളഴിച്ചെടുത്തതിൽ പൗലോസ് ഹാഡ് ടു സ്ട്രഗിൾ വിത്ത് ദിസ് ക്രോസ് ആൻഡ് ദി ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. പൗലോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ പൗലോസ് NT റൈറ്റ് ഒക്കെ പറയുന്നത് രസകരമാണ്. പൗലോസ് നമ്മൾ ശ്രദ്ധിക്കാത്ത ചില വേദഭാഗങ്ങൾ. എവിടെയാണ് പൗലോസ് പോയത്? തൻ്റെ ദമസ്കോസ് പടിവാതിൽ ദൈവാഭിമുഖീകരണത്തിന് ശേഷം, ക്രിസ്താഭിമുഖീകരണത്തിന് ശേഷം പൗലോസ് എവിടെയാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറയുന്നതും പൗലോസ് സ്വയം പറയുന്നതും, അതായത് ലൂക്കോസ് പറയുന്നതും പൗലോസ് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസ് പറയുന്നത് ഞാൻ അറബിയിലേക്ക് പോയി എന്നാണ്. അതിന് വലിയ എംഫസിസ് ആണ് NT റൈറ്റ് നൽകുന്നത്. അറബി അദ്ദേഹം ഇക്വേറ്റ് ചെയ്യുന്നത് മൗണ്ട് ഹൊറേബ് വേർ എലൈജ വെന്റ് ഡ്യൂറിങ് ഹിസ് സ്ട്രഗിൾ, അല്ലെങ്കിൽ മൗണ്ട് സൈനായി where the law was given to Moses. ഇതാണ് അറബിയിലേക്ക് പോയിരിക്കുന്നു എന്ന് നമ്മുടെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ 16-17 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അറബിയിലേക്ക് പോയ പൗലോസ്. അപ്പൊ അറബി എന്ന് പറയുന്നതിന് സൈനായുമായി ബന്ധപ്പെടുത്തിയുള്ള അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഗലേഷ്യൻസിൽ തന്നെയുണ്ട്. അതുകൊണ്ട് സീനായിലേക്ക് പോയി എന്ന് പറയുന്നത് ലോ എവിടെ നൽകി, അതായത് തൻ്റെ ഇതുവരെയുള്ള നോളജ് സിസ്റ്റം മുഴുവൻ രൂപപ്പെട്ടു വന്നിരുന്ന ഇടം, അതിന് കാരണമായ നിയമം, ന്യായപ്രമാണം, അത് ലഭിച്ച ഇടത്തേക്ക് പോള് തൻ്റെ ഈ പുതിയ ദൈവബോധവുമായി, ദൈവാഭിമുഖീകരണത്തിന്റെ സംഘർഷവുമായി പോയി എന്നും അവിടെ വീണ്ടും ഒരു ഡയറക്റ്റ് ഒരു തിയോഫനി പൗലോസിന് ലഭിച്ചിട്ടുണ്ടാകുമെന്നും, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സുവിശേഷമൊന്നും ഞാൻ ഇവരിൽ 4 അല്ല പ്രാപിച്ചത്, ഞാൻ യെരുശലേമിലേക്ക് പോയിട്ടില്ല, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ പോയി പ്രാപിച്ചതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് സിംപ്ലി അബൌട്ട് ദി വിഷൻ ദാറ്റ് ഹി ഹാഡ് അറ്റ് ഡമാസ്കസ് ഗേറ്റ്. ഇറ്റ് വാസ് സംതിങ് മോർ. അപ്പം ഈ അറബിയിലേക്ക് പോയി തൻ്റെ ദൈവത്തെ അഭിമുഖീകരിച്ച് തൻ്റെ അതുവരെയുള്ള ബോധ്യങ്ങളെ തിരിച്ച് ഒരു പുതിയ ഹെർമന്യൂട്ടിക്സുമായി പോള് മടങ്ങി വന്നു. പുതിയൊരു വ്യാഖ്യാന രീതിയുമായി, ശാസ്ത്രവുമായി. ഇതുവരെ പഴയ നിയമം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. പൗലോസിന് ഒരു സംശയവുമില്ല പഴയ നിയമത്തെക്കുറിച്ച്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് നമ്മൾ പാടുന്നതാണ്. ഉപദേശം, ശാസന, ശിക്ഷ, നീതിയിൽ അഭ്യാസം, ഇതെല്ലാം തിരുവചനത്തിൽ നിന്ന് വരുന്നു എന്ന് 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് എഴുതുമ്പോൾ പൗലോസിന് പറയുന്നത് പഴയ നിയമത്തെക്കുറിച്ച് മാത്രമാണ്. നമുക്കറിയാം സ്ക്രിപ്ചറിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. എന്നാൽ സ്ക്രിപ്ചറിന്റെ ഇതുവരെയുള്ള മനസ്സിലാക്കലുകളെ അടിമുടി പൗലോസ് റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതുവരെയുള്ള ബോധ്യങ്ങളെ ഡീകൺസ്ട്രക്ട് ചെയ്യുകയാണ്, അൺലേൺ ചെയ്യുകയാണ്. പുതിയ ചില ലേണിങ്സിലേക്ക്, വ്യാഖ്യാനത്തിന്റെ ചില പുതിയ ഏടുകളിലേക്ക് പൗലോസ് പ്രവേശിക്കുന്നതാണ് കാണുന്നത്. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹൂദന സ്കാൻഡലാണ്, ഇടർച്ചയാണ്. ഏതാണെന്ന് അറിയാമോ? ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നതാണ്. ഇറ്റ്സ് എ സ്കാൻഡൽ, അബോമിനേഷൻ. കുരിശിക്കപ്പെടല്ല. കാരണം ന്യായപ്രമാണം തന്നെ എങ്ങനെയാണ്? ശാപം ആണ്. ക്രൂശിക്കപ്പെട്ട മെസ്സിയ എന്ന് പറയുന്നത് യഹൂദന സ്കാൻഡലാണ്, ഇടർച്ചക്കല്ല. വിജാതീയനോ അത് ഫൂളിഷ്നെസ് ആണ്, മോശത്വമാണ്. ഇങ്ങനെ ഒരാൾ ഇവനാണ് ലോകത്തെ രക്ഷിക്കുന്നത്, അറിയാം. അപ്പോൾ അവിടെ അങ്ങനെ ഭോഷത്വമായ ഇടത്തേക്ക് സ്കാൻഡൽ, തൻ്റെ തന്നെ ഹെർമനോട്ടിക്സ് പ്രകാരം സ്കാൻഡലിലേക്ക് പൗലോസ് പ്രവേശിക്കുകയാണ്. തനിക്ക് അറിയാവുന്ന വലിയ ഫിലോസഫിക്കൽ വേൾഡ്, ഗ്രീക്ക് വേൾഡിന്റെ ഫൂളിഷ്നെസ്സിനെ പൗലോസ് ഓൺ ചെയ്യുകയാണ്. പൗലോസ് ഒരു മല്ലിടുകയാണ് ഈ ഒരു പുതിയ അവബോധവുമായി. യെരുശലേം ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് തനിക്ക് ഉണ്ടായ കൺഫ്രണ്ടേഷനെ, അതിന്റെ തീഷ്ണത എന്തുമാത്രമാണെന്ന് നമ്മൾ ഇപ്പം അറിയണേ. നമ്മളിങ്ങനെ പാസീവ് ദൈവാഭിമുഖീകരണം എന്നൊക്കെ പറയുന്നതൊക്കെ അപ്പുറമാണ്. റാഡിക്കൽ ചേഞ്ച്ഡ്. ഇതുവരെ കണ്ട പുസ്തകം ഞാൻ പറഞ്ഞു, പൗലോസ് മതം മാറിയിട്ടില്ല. പൗലോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാണ് പൗലോസ് ശൗലായി നോക്കി. ഇതൊക്കെ വലിയ തികഞ്ഞ ഒരു
അർത്ഥശൂന്യമായ വാദമാണ്. പൗലോസ് തന്റെ മതം മാറിയിട്ടില്ല. പൗലോസ് ഒരിക്കൽ പോലും പൗലോസ് ക്രിസ്ത്യാനിയാണെന്ന് പൗലോസ് അറിഞ്ഞിട്ടില്ല. പൗലോസ് സ്റ്റിൽ കൺസിഡർഡ് ഹിംസെൽഫ് ആസ് എ ജൂ, അറ്റ് ടൈംസ് പ്രൗഡ് ജൂ, ഫരീസി. രണ്ടാമത് പൗലോസ് തന്റെ സ്ക്രിപ്ചർ മാറിയിട്ടില്ല. പൗലോസ് താൻ എഴുതിയ ലേഖനങ്ങളെ ദൈവവചനമായിട്ട് കരുതിയിട്ടില്ല, സുവിശേഷങ്ങളെ ദൈവവചനമായിട്ട് കരുതിയിട്ടില്ല. ഇറ്റ് വാസ് നോട്ട് ദെയർ ഫോർ പോൾ. അപ്പൊ പോളിന്റെ ദൈവത്തെ മാറിയില്ല, മതം മാറിയില്ല, ദൈവം മാറിയില്ല, മതഗ്രന്ഥം മാറിയില്ല. ഇതൊന്നും മാറാതെ, നമ്മൾ സാധാരണ പരിവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെയാണല്ലോ മാറ്റം. ഇതൊന്നും മാറാതെ മാറിയവനാണ് പൗലോസ്. പൗലോസ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പുതിയ വ്യാഖ്യാന ശാസ്ത്രമാണ് പൗലോസിന് പ്രാപ്യമായത്. അതിനെയാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. ഇതുവരെ കണ്ടതുപോലെ അല്ലാതെ ഇതുവരെ വായിച്ച പുസ്തകങ്ങളെ കാണാൻ, ഇതുവരെ വായിച്ച പോലെ അല്ലാതെ ഇതുവരെ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തെ വായിക്കാനുള്ള ഒരു പുതിയ കണ്ണാടിയാണ് പൗലോസിന് ഡമസ്കസിന്റെ പ്രതിപാദത്തിൽ വെച്ച് കിട്ടിയത്. അതുമായി പൗലോസ് യാത്ര ചെയ്യുകയാണ്. 2 കാര്യങ്ങളെ മാത്രം പറയാം. പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ സീലിനെ കുറിച്ച് പറയുന്നുണ്ട്. അഭിമാനത്തോടെ തന്റെ എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഹി വാസ് എ ഫരീസി, ബോൺ ടു ഫരീസി എന്നൊക്കെ പറയുന്ന ആ ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബെന്യാമിൻ ഗോത്രക്കാരൻ, വാസ് എ ബെന്യാമിനൈറ്റ്. അവിടെ പറയുന്ന ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ശുഷ്കാന്തി എന്നുള്ള വാക്കാണ്, അത് സീലാണ്, സീലൂസ് ഗ്രീക്ക് ഭാഷയിൽ. ഒരു സംശയമില്ല, തന്റെ ശുഷ്കാന്തി ആണ്, തന്റെ സീലാണ്, നമ്മൾ സീലറ്റ്സ് എരിവുകാർ എന്നൊക്കെയുള്ള വാക്ക്, തന്റെ എരിവാണ് തന്നെ കൊണ്ട് സഭയെ ഉപദ്രവിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് നിസ്സംശയം പറയുക. എൻ്റെ മതത്തിലുള്ള മറ്റവരെക്കാളൊക്കെ അല്പം കൂടുതൽ സീൽ. അപ്പോൾ ഈ സീൽ എന്ന് പറയുന്നത് ഇത് ബിബ്ലിക്കലി സാങ്ഷൻഡ് ആണ്, സ്ക്രിപ്ചറലി സാങ്ഷൻഡ് ആണ്, സാങ്ഷൻ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ സീൽ അതാണ് സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ വസ്ത്രം കാത്തു നിൽക്കാൻ ഈ കാര്യങ്ങൾക്കൊക്കെ സമ്മതമായിരുന്നല്ലോ ശൗലിന്. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ. ഇതൊക്കെ കണ്ടു നിൽക്കാൻ, നിർനിമേഷനായി കണ്ടു നിൽക്കാൻ, നിസ്സംഗനായി കണ്ടു നിൽക്കാൻ, നിസ്സംഗനായിരുന്നു, ആവേശം കൊള്ളുമായിരുന്നു അറിയില്ല, ഒക്കെ പൗലോസിനെ പ്രേരിപ്പിച്ചത് തന്റെ സ്ക്രിപ്ചറൽ വാലിഡേഷനാണ്. ഹി വാസ് എ സെലസ് ഫരീസി. ഈ ഫരീസി എന്ന് പറയുന്നത് നമ്മൾ ഈ സീൽ കാണുന്നത് ഫീനെഹാസിലാണ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേലൈറ്റ്സ്, ഹിബ്രൂസ് പരസംഗം ചെയ്യുന്ന സമയത്ത് ഒരു ബാധ വരുന്നതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ബാധ വരുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടൊക്കെ ഉണ്ടാകുന്നു. അവിടെ ഒരാൾ, അഹരോന്റെ പുത്രൻ എലയാസാറിന്റെ മകൻ ഫിനെഹാസ്, അഹരോന്റെ പുത്രൻ, അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു മിദ്യാന്യ സ്ത്രീയുമായി വന്ന ഇസ്രായേലിനെയും ആ സ്ത്രീയെയും ഉദരം തുളിയും പറയും കുത്തി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബാധ മാറി. വേദപുസ്തകം കൂടെ കയ്യിൽ വെക്കാമെങ്കിൽ റെഫർ ചെയ്യുക. അപ്പോൾ ഈ ഫിനെഹാസിന്റെ ശുഷ്കാന്തിയാണ്. ഇതിങ്ങനെ ചരിത്രത്തിൽ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ഫിനെഹാസിന്റെ ശുഷ്കാന്തി, സീൽ ഓഫ് ഫിനെഹാസ് ഇന്നുമുണ്ട്. ഇന്നും നമ്മൾ ഇസാക്ക് റബിൻ, നമുക്കറിയാം, one of the prime ministers of Israel. He was killed by a young boy in his early 20s. His name was Yigal Amir. സ്ക്രിപ്ചർ പഠിക്കുന്ന ആളാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു അനുതാപം ഉണ്ടായിട്ടില്ല. He never had a regret for killing Isaac Rabin. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, because he has the scriptural validation to kill. His zeal, his religious zeal, his scriptural zeal, his zeal for the word of God and his people made him to do this. He had no doubt about this. ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന അറിയില്ല. He never ever had any kind of regret, guilt. സെയിം തിങ് ആണ്. അതാണ് പൗലോസ് പറയുന്നത്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. He was a persecutor. നമുക്കറിയാം എങ്ങനെയാണ് പുതിയ ഹെർമെനൂട്ടിക്സ് ഫ്രം being a persecutor to persecuted. എന്തൊരു ലിസ്റ്റ് ആണല്ലേ.
പൗലോസിന്റെ സഹനങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു കർത്താവിനെ കവച്ചു വെക്കുന്നതുകൊണ്ട് കർത്താവിന്റെ നമ്മൾ കുരിശിലെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസിന്റെ ലിസ്റ്റ് ഭയപ്പെടുത്തുന്ന ലിസ്റ്റാണ്. തുടർച്ചയായി എന്തെല്ലാം സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവനായി ഈ ശുഷ്കാന്തി ഉള്ളവൻ മാറിയത് എങ്ങനെ, പുതിയ ശുഷ്കാന്തി. അതിനെക്കുറിച്ചൊക്കെ ആ കാലത്ത് റബിനിക് ഹില്ലിൽ ഷമ്മായെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോയി. നീതിയെ കുറിച്ച് പറയുമ്പോൾ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്നാണ് പോള് പറയുന്നത്. അനിന്യൻ. നമ്മുടെ സമയം എത്ര മണിയാണ്? 9:30 അല്ലേ സാറേ? അതിന് മുമ്പ് നിർത്തണം. കേൾക്കാമോ? കേൾക്കാം. 9:30 വരെയാണോ സാറേ? അതെ, സമയം എടുത്തോളൂ അച്ഛൻ. ഓക്കെ. ന്യായപ്രമാണത്തിലെ നീതിയെ കുറിച്ച് പറയുന്നുണ്ട്. റൈച്ചസ്നെസ്, നീതി. അപ്പോൾ ഈ നീതി എന്നുള്ള വിഷയവും പ്രശ്നമാണ്. അനിന്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അമംറ്റോസ് എന്നുള്ള വാക്കാ ഗ്രീക്കില്. ഇംഗ്ലീഷ് എന്താണെന്ന് അറിയുമോ? ഞാനിത് മറന്നുപോയി. ഒരു വേർഡ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യന. ഐ എം ബ്ലെയിംലെസ് ഇഫ് ഐ എം നോട്ട് റോങ്. ഐ എം ബ്ലെയിംലെസ് എന്നാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഭീഷണിയും കൊലയും നിശ്വസിച്ചവൻ എന്നാണല്ലോ. ഹി വാസ് ബ്രീത്തിങ് ദ ത്രെറ്റ് ആൻഡ് മേർഡർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആക്സിൽ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തേഫാനോസിന്റെ മരണത്തിന് കാവൽ നിൽക്കുമ്പോൾ, ഇതൊക്കെ ചെയ്ത ആള് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ ബ്ലെയിംലെസ് ആണ്, ഒരു കുറ്റവും എനിക്കില്ല, അനിന്യനാണ്, അമംറ്റോസ് ആണ് എന്ന് പൗലോസ് ധൈര്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസാണ് ഇങ്ങനെ മാറിയത്. പുതിയ ഹെർമനോട്ടിക്സ് കിട്ടി. പഴയ ഹെർമനോട്ടിക്സ് പ്രകാരം അനിന്യൻ. പുതിയ വ്യാഖ്യാന രീതിയിൽ പ്രശ്നമാണ്. പുതിയ വ്യാഖ്യാന രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഗ്രേസ് എന്ന് കാണുന്നത്. റൈച്ചസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്രസംഗത്തിലൊക്കെ സാധാരണ പറയാനുള്ളതാണ്. ആരാണ് നീതിമാൻ? നമ്മൾ സക്രിയാവിനെ കുറിച്ച് പറയുമ്പോൾ നീതിമാനാണ്. യോസഫിനെ കുറിച്ച് പറയുമ്പോൾ നീതിമാനാണ്. ഇവരുടെയൊക്കെ പണി എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇവരെ നീതിമാൻ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് they did the law literally. They followed the law literally. ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ് നീതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോസഫിനെ കുറിച്ച് നമ്മൾ എന്താണ് വായിക്കുന്നത്? യേശുവിന്റെ അപ്പനായ യോസഫിനെ കുറിച്ച്, അവൻ നീതിമാനാകൊണ്ട് ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എന്നാണ്. നീതിമാനാകൊണ്ട് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ന്യായപ്രമാണം ആസ് Joseph to do this. Joseph had no doubt. He cannot live with this lady. It is scriptural requirement. എന്നാൽ അപ്പോഴാണ് സ്വർഗം പറയുന്നത്, പുതിയ നിയമം പറയുന്നത്, പുതിയ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ശബ്ദം നമ്മളോട് കേൾക്കുന്നത്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. ഇത് നീതിയല്ല, ഇത് നീതിക്ക് അപ്പുറത്തുള്ള മറ്റെന്തോ ഒന്നാണ്. മത്തായി അതിനെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന നീതി എന്നാണ്. ഈ നീതിയെ നമുക്ക് എന്തു വിളിക്കാം? പുതിയ നിയമത്തിൽ അതുവരെ ഉണ്ടായിരുന്ന നീതിയെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. ആമോസ് പറഞ്ഞിട്ടുണ്ട്, ന്യായം, നീതി, അല്ലെ, ആൻഡ് എവർ ഫ്ലോയിങ് സ്ട്രീം. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകുക. അതാണ് കർത്താവ് പറയുന്നത്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന നീതി, ആ നീതിയുടെ കവിച്ചിൽ, ഈ ഓവർവെൽമിംഗ് റൈച്ചസ്നെസ്. ന്യൂ ടെസ്റ്റ്മെന്റ് ഹാസ് എ വേർഡ് ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് ഗ്രേസ്. ന്യായപ്രമാണത്തിലെ നീതി കവിഞ്ഞൊഴുകി ഉണ്ടായ ഒന്നാണ് ഗ്രേസ്, കൃപ. വി ഡോണ്ട് സീ ദ വേർഡ് കൃപ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, പഴയ നിയമത്തിൽ വി ഡോണ്ട് സീ ദാറ്റ് വേർഡ്. ഇംഗ്ലീഷ് ബൈബിളൊക്കെ, സോഫ്റ്റ് ബൈബിളൊക്കെ എടുത്ത് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഗ്രേസ് കാണും, പക്ഷെ അതിന്റെ പുറകിൽ ഒരു വാക്കൂടെ, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഡിസ്ഗ്രേസ് എന്നുള്ള വാക്കാണ് പഴയ നിയമത്തിൽ കാണുന്നത്. ഗ്രേസ് ആണെങ്കിൽ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ വി സി ഗ്രേസ്ഫുൾ, മേ ബി ഇൻ സോങ് ഓഫ് സോങ്സ് ആൻഡ് ഓൾ. അതർവൈസ്
we cannot find grace in the Old Testament. This is entirely new. This is സംതിങ് റാഡിക്കൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു തുടർച്ചയാണ്. ഞാൻ പറഞ്ഞു വിത്ത് ദിസ് ക്രൂസിഫൈഡ് മെസ്സിയാനിക് ലെൻസ് നമ്മൾ നോക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു പുതിയ നീതിബോധത്തിലേക്ക് പൗലോസ് പ്രവേശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ അവിടെ ആ ഒരു ഹെർമെനൂട്ടിക്സ് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ടൊരു അറ്റാച്ച്മെന്റ്സ് പറഞ്ഞെന്ന് മാത്രമേ. എങ്ങനെയാണ് പുതിയ നിയമം എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള എൻ്റെ വായനയാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. നമുക്കിനിയും വായിക്കാനുള്ള പഴയ നിയമത്തിൽ ഇത് രക്തമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് വാട്ടർ, ബാപ്റ്റിസം ഫ്രം ബ്ലഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത്. നമ്മൾ അതിന് ഏറ്റവും നല്ലത് ജീനിയോളജി ഓഫ് മാത്യു നോക്കിയാണ്. നമ്മളെപ്പോഴും പറയും മാത്യു ഈസ് ദി മോസ്റ്റ് ജൂയിഷ് ഓഫ് ഓൾ ദി ഗോസ്പൽസ്, all the New Testament writings, of course. മത്തായിയുടെ ഈ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. എല്ലാത്തിനെ കുറിച്ച് പറയുന്നത് സ്കാൻഡലസ് വിമൻ എന്നാണ് ഈ 5 പേരെ കുറിച്ച് പറയുന്നത്. ഫ്രം താമാർ, റഹാബ്, റൂത്ത്, ബത്ശേബ ആൻഡ് ഫൈനലി മേരി, അല്ലേ? എന്തുകൊണ്ട് ഇതിനെ ഈ മത്തായി ഉൾപ്പെടുത്തി? ഈസിലി അവോയ്ഡബിൾ. ഇതിന് പാരലൽ എന്തിനാണ്? അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു, ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു. അവിടെ ഒന്നും ഭാര്യമാരുടെ പേരൊന്നുമില്ല, അല്ലേ? യഹൂദായി അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു. യഹൂദ താമാറിൽ ഇത് എന്തിനാണ് എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് റഹാബിൽ എഴുതിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ബോവസ് റൂത്തിൽ എഴുതിയിരിക്കുന്നത്? ശലോമോൻ ദാവീദ് ബത്ശേബയിൽ എഴുതിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫോൾസ് പ്രൈഡ്, ബ്ലഡ് പ്യൂരിറ്റിയെ സംബന്ധിച്ചുള്ള യഹൂദന്റെ രക്തത്തെക്കുറിച്ചുള്ള അമിതാവേശം, അതിന് ഒരു തുളയിടുക എന്നുള്ളതാണ് മത്തായി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ക്ലെയിമിന്റെ ഒരു ഫോൾസ്ഹുഡ് ചൂണ്ടിക്കാണിക്കുക. പോറസ് നേച്ചർ ഓഫ് ദെയർ ബ്ലഡ് പ്രൈഡ് എന്ന് വേണേൽ വിളിക്കാം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇതിനകത്ത് കലർപ്പുണ്ട് എന്ന് പറയാൻ മത്തായി കാണിച്ച ധൈര്യമാണ്. അതിനുശേഷമാണ് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. ഇതിലേക്കാണ്, ഈ കലർപ്പിലേക്കാണ് ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. റഹാബിനെ കുറിച്ചൊക്കെ സംശയിക്കേണ്ട കാര്യമില്ല. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും സിഹന്നും രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ഈ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ഇങ്ങനെ നമ്മൾ കാണുന്നത് ഒരേ ഒരിടത്താണ്. യേശു പറയുന്നുണ്ട് മത്തായി 22:32 സുവിശേഷങ്ങളിൽ പറയുമ്പോൾ പല സുവിശേഷങ്ങളുണ്ട്. ഐ ആം ദ ഗോഡ് ഓഫ് എബ്രഹാം, ദ ഗോഡ് ഓഫ് ഐസക് ആൻഡ് ദ ഗോഡ് ഓഫ് ജേക്കബ്. He's not the God of the dead but of the living. അവിടെ ഇവരെ കുറിച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതൊരിക്കലും ഇതിന്റെ ഒരു ബ്ലഡ് ലീനേജിനെ കുറിച്ച് പറയാനല്ല, ജീവനുള്ള ദൈവമാണ് ദൈവം എന്ന് പറയാൻ വേണ്ടിയാണ് ഇതേക്കുറിച്ച് ഉപയോഗിക്കുന്നത്. പോളിനെ ശ്രദ്ധിക്കുക. പോൾ ഒരിക്കൽ പോലും ഗോഡ് ഓഫ് എബ്രഹാം, ഇഫ് ഐ എം നോട്ട് റോങ്, എന്നുള്ള ടേം ഉപയോഗിക്കുന്നേ ഇല്ല. പോൾ ഉപയോഗിക്കുന്നത്, നമ്മളാണ് എപ്പോഴും അബ്രഹാമിന്റെ ദൈവത്തെ കുറിച്ചൊക്കെ എപ്പോഴും പറയുന്നത്. പോൾ ഉപയോഗിക്കുന്നത് ഫെയ്ത്ത് ഓഫ് എബ്രഹാമിനെ കുറിച്ചാണ്, അബ്രഹാമിന്റെ വിശ്വാസം. പോൾ എബ്രഹാമിനെ പ്ലേസ് ചെയ്യുന്നതിനെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. എബ്രഹാം ന്യായപ്രമാണത്തിന് പുറത്തുള്ള ആളാണ്. ബിക്കോസ് എബ്രഹാം ഹാഡ് നോ ലോ. 430 വർഷത്തിന് ശേഷം ഉണ്ടായ ന്യായപ്രമാണം പൗലോസിന്റെ ഭാഷയിൽ. എബ്രഹാം പ്രീഡേറ്റ്സ് ലോ. എബ്രഹാം ഹാഡ് നോ ലോ. എബ്രഹാം ഹാഡ് നോ സർക്കംസിഷൻ അറ്റ് ഓൾ when he was called, during his call. തനിക്ക് വിളി കിട്ടിയപ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയാതെ കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എബ്രഹാമിന് ന്യായപ്രമാണവുമില്ല, പരിച്ഛേദനയുമില്ല. ഈ കാര്യത്തെയാണ് അബ്രഹാമിനെ ഉപയോഗിക്കുമ്പോൾ പൗലോസ് എപ്പോഴും എംഫസൈസ് ചെയ്തിരിക്കുന്നത്, ഗോയിങ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. neither Greek nor Jew in Christ. ഒരു പുതു മാനവികതയെ കുറിച്ച് പറയുമ്പോൾ ഈ രക്തത്തിനപ്പുറമായ ഒരു മാനവികതയെ കുറിച്ചാണ് പറയുന്നത്. പരിച്ഛേദനയെ കുറിച്ച് നോക്കാം. ഞാൻ ഈ പറഞ്ഞ ന്യൂ ഹെർമെനൂട്ടിക്സ് എന്ന് പറയുന്നതെല്ലാം
ഇത് കണ്ടെത്തിക്കൊണ്ട് വരുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മള് ഈ കഷ്ടപ്പെടുന്ന ദാസനുമായി ബന്ധപ്പെട്ട് മെസ്സിയയെ കുറിച്ചുള്ള ബോധ്യമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കഷ്ടപ്പെടുന്ന ദാസനാണ് മെസ്സിയ എന്ന് പറയുന്നത് പോലെ തന്നെ സർക്കംസിഷനെ കുറിച്ച് പറയുമ്പോൾ സർക്കംസിഷനെ കുറിച്ച് ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഹൃദയ പരിച്ഛേദന എന്നുള്ള പ്രയോഗം. അതാണ് പൗലോസ് ഉപയോഗിക്കുന്നത് റോമാലേഖനത്തിൽ. A person is not a Jew who is one only outwardly, nor is circumcision merely outward and physical. A person is a Jew who is one inwardly, and circumcision is circumcision of the heart by the Spirit. സർക്കംസിഷനെ കുറിച്ചുള്ള വലിയ ആവേശം സൂക്ഷിക്കുന്ന ജനതയോട് അവരുടെ സ്ക്രിപ്ചറിൽ നിന്നും അവരുടെ ന്യായപ്രമാണത്തിൽ നിന്നും ഒരു പുതിയ കാഴ്ച കാണുകയാണ്. ആ വാക്യത്തിൽ പൗലോസിന്റെ കണ്ണുടക്കുകയാണ്. ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ, ഒരു ടൂൾ ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുകയാണ്. യെരുശലേം കൗൺസിലിലേക്ക് വരാം. യെരുശലേം കൗൺസിലിൽ എന്താണ് സംഭവിച്ചത്? 15-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ അവിടെയും ഈ തുടർച്ച, ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് കാണാം. അതൊരു കൈൻഡ് ഓഫ് പൂർവീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. വാഗിഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. അവിടെ മൊസായിക് കവനിൽ നിന്നും, അതായത് മോശയുടെ ഉടമ്പടി പ്രകാരം പരിച്ഛേദന എങ്കിൽ നമുക്കറിയാം യെരുശലേം കൗൺസിലിന് ശേഷം യാക്കോബ് എഴുന്നേറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് മൈ ജഡ്ജ്മെന്റ് therefore that we should not make it difficult for the Gentiles who are turning to God. Instead we should write to them telling them to abstain from food polluted by idols, from sexual immorality, from the meat strangled animal. അപ്പം ശ്വാസം മുട്ടി ചത്തതൊക്കെ തിന്നരുത് എന്ന് പറയുന്ന തരത്തിലേക്ക് ഉള്ളൊരു മാറ്റം നമുക്ക് കാണാം. അതിനെക്കുറിച്ച് പറയുന്നത് ആക്ച്വലി ഇറ്റ് വാസ് എ മൂവ്മെന്റ് ഫ്രം മൊസായിക് കവനന്റ് ടു നോയിക് കവനന്റ്. നോഹയുമായി ദൈവം ചെയ്ത ഉടമ്പടിയിലേക്ക്, അതായത് ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക്. അതായത് നോഹയെ, അദാമിനെ സർവ്വജനത്തിന്റെയും പിതാവ് എന്നുള്ള രീതിയിൽ ലൂക്കോസ് പരിചയപ്പെടുന്നതുമായി, തന്റെ ജീനിയോളജി വംശാവലി എഴുതിയിരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി തന്നെ മനസ്സിലാക്കി. ഈ ഒരു മോശയുടെ ഉടമ്പടിയിൽ നിന്നും നോഹയുമായി ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയിലേക്ക് പോകുന്നതിന്റെ ഒരു കാഴ്ചയായി ചില വേദപുസ്തക പഠിതാക്കൾ ഈ യെരുശലേം കൗൺസിലിന്റെ തീരുമാനത്തെ കാണുന്നു. യെരുശലേം കൗൺസിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യേശു കർത്താവിന്റെ കുടുംബത്തെ കുറിച്ചുള്ള യേശു കർത്താവിന്റെ ബോധ്യം പറയുമ്പോഴും അവിടെയും ബ്ലഡ് എന്നുള്ളതെല്ലാം മാറുന്നതായിട്ട് കാണാം. അവിടെ here are my mother and my brothers, he explains. Matthew 12:48. Whoever does the will of my Father in heaven is my brother and sister and mother. ഒരു ദൈവഹിതം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രക്തബോധത്തിനപ്പുറത്തേക്കുള്ള ഒരു പുതിയ കൈൻഡ് ഓഫ് ഫാമിലി എന്നുള്ള ബോധത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് പുതിയ നിയമം ബ്ലഡ് എന്നുള്ളതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഹെർമനൂട്ടിക്സ് പ്രസന്റ് ചെയ്തത് എന്ന് പറഞ്ഞു വരിക. ഇനി ഐ മൂവിങ് ടു പ്രീസ്റ്റ്ഹുഡ്. പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ചുരുക്കമായി ആ വാക്ക് കാണുന്നുള്ളൂ, യെറൂസ് എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷത്തെ എടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം ആക്ച്വലി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ടെമ്പിൾ ആൻഡ് എൻഡ്സ് വിത്ത് ടെമ്പിൾ. അതുകൊണ്ടാണ് അതിന് കാളയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു ചിഹ്നമായി കരുതപ്പെട്ടു പോരുന്നത് ഈ സഭാപിതാക്കന്മാരുടെയൊക്കെ ഹെർമനൂട്ടിക്കൽ ഒരു സ്കീമിനകത്ത് വരുന്നു. അപ്പോൾ അവിടെ വി സീ Aaronic priesthood there. രണ്ടുപേരും, സക്രിയാവും എലിസബത്ത്. സക്രിയാവിനെ പ്രസന്റ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണുക. സക്രിയ ഈസ് ഇൻ ദ വിശുദ്ധ സ്ഥലം, ദ ഹോളി പ്ലേസ്, ഓൾട്ടർ. മധുബഹായിലാണ് സക്രിയാവ്. സക്രിയാവ് എന്താണ് ധരിച്ചിരിക്കുന്നത്? സക്രിയാവ് ധരിച്ചിരിക്കുന്നത് ഏഫോദ് ആവണം, പ്രീസ്ലി വെസ്റ്റ്മെന്റ്സ് ആണ് ധരിച്ചിരിക്കുന്നത്. ഇതേ ലൈനിൽ പ്രീസ്ലി ലൈനിലുള്ള ആളാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ആ ഒരു സിംബോളിസം വളരെ ഡിസ്കണ്ടിന്യൂറ്റിയെ കുറിച്ച് ശ്രദ്ധിക്കുക. എന്താണ് ലൂക്കോസ് പറഞ്ഞത്? സക്രിയാവ് നിശബ്ദനാകും.
അദ്ദേഹത്തിനൊരു മകൻ പിറക്കുന്നു. അവൻ യോഹന്നാൻ സ്നാപകനാണ്. ഇപ്പൊ പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ഒരു സ്വിച്ച് ഓഫ് അവിടെ സംഭവിക്കുന്നതായി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. നമുക്കറിയാം, പഴയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു രക്ത തുടർച്ചയാണ്. കൈൻഡ് ഓഫ് ഡൈനാസ്റ്റിക്കൽ, അല്ലെങ്കിൽ ഒരു ക്ലാനുമായി ബന്ധപ്പെട്ടാണ്, ലിവൈറ്റ്. അവിടേക്ക് അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ആരാവണം? യോഹന്നാനും ഇതിന്റെ തുടർച്ചയാണ്. ബട്ട് where do we see John the Baptist? He is not in the holy place. He is in the wilderness. അദ്ദേഹം എന്താണ് ധരിച്ചിരിക്കുന്നത്? He doesn't have priestly vestments. ക്യാമൽ ഹെയർ ആണ് ധരിച്ചിരിക്കുന്നത്, ഒരു വേസ്റ്റ് ബാൻഡ്. It has nothing priestly. എന്താണ് കഴിക്കുന്നത്? മത്താച്ചന്മാരും അച്ഛന്മാരും ഒക്കെ കഴിക്കുന്ന മെനുവൊക്കെ നമുക്കറിയാം. എന്താണ് യോഹന്നാൻ? മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, യോഹന്നാൻ ഇട്ടിരിക്കുന്ന പേര്, വാക്ക് എന്നാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. എന്താണ് സെക്കരിയാവിന് സംഭവിച്ചത്? നിശബ്ദം. യോഹന്നാൻ എന്താണ്? ശബ്ദം. പുതിയ നിയമത്തിന്റെ ഒരു ഷിഫ്റ്റാണ്. ഞാൻ പ്രീസ്ലി പ്രൊഫറ്റിക് ടെൻഷനെ കുറിച്ചൊന്നും പ്രവേശിക്കുന്നില്ല. ഇറ്റ് ഈസ് വെൽ എവിഡന്റ് ദെയർ, ദ ഡിസ്കണ്ടിന്യൂറ്റി വിത്ത് പ്രീസ്റ്റ്ഹുഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യേശുവിനെ പ്രീസ്റ്റ്ഹുഡായി പ്ലേസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത് എബ്രായ ലേഖനകർത്താവാണ്, പേരറിയാത്ത ലേഖനകർത്താവ്. വളരെ ശ്രദ്ധേയമാണ്. കാരണം മൽക്കിസദേക്ക് എന്നൊരു ടേമാണ് എടുക്കുന്നത്. പഴയ നിയമത്തിൽ എത്രയിടത്തുണ്ട് മൽക്കിസദേക്ക്? 2 ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യത്തിലും 110-ാം സങ്കീർത്തനത്തിലും മാത്രമുള്ള മൽക്കിസദേക്ക്. അദ്ദേഹത്തെ എടുക്കുകയാണ്. ഒരു 6 പ്രാവശ്യങ്ങളും മിനിമം നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട് മൽക്കിസദേക്കിനെ കുറിച്ച്. എഴുതിയിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എബ്രായ ലേഖനം 7-ാം അധ്യായം 3-ാം വാക്യം, വിതൗട്ട് ഫാദർ ആൻഡ് മദർ, പിതാവില്ല മാതാവില്ല, വിതൗട്ട് ജീനിയോളജി, വിതൗട്ട് ബിഗിനിങ് ഓഫ് ഡേയ്സ് ഓർ എൻഡ് ഓഫ് ലൈഫ്. എന്തുകൊണ്ടാണ് പിതാവില്ല മാതാവില്ല ജീനിയോളജി ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? വംശാവലി ഇല്ല എന്നൊക്കെ. ഇതെല്ലാം ഈ ഡിസ്കണ്ടിന്യൂറ്റിയെ കാണിക്കാനാണ്. പിതാവും മാതാവും ഒക്കെ ഇത് അഹരോന്യ പ്രീസ്റ്റ്ഹുഡിൽ നിന്നും ഈ യഹൂദാഗോത്രത്തിലെ സിംഹമായ ക്രിസ്തുവിനെ എങ്ങനെയാണ് പുരോഹിതനായി പ്രസന്റ് ചെയ്യുക? The writer of Hebrews, letter to Hebrews, actually he was looking for something, a new hermeneutics, a new tool he found out. That was Melchizedek. Jesus is placed as Melchizedek in the lineage of Melchizedek, who had no father or mother, nothing to do with blood. പൗലോസ് പോലും തന്നെ നമ്മള് റോമാലേഖനം 15-ാം അധ്യായം 15-16 വാക്യങ്ങൾ നോക്കുമ്പോൾ പൗലോസ് കോൾസ് ഹിംസെൽഫ് ആസ് പ്രീസ്റ്റ്. നമുക്കറിയാം ബെന്യാമിൻ ഗോത്രക്കാരനാണ് പൗലോസ്. വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു പ്രീസ്റ്റിന് നല്ലൊരു എക്സ്പ്ലനേഷൻ, ഒരു ഡെഫിനേഷൻ ഞാൻ കേട്ട ദെമത്രിയോസ് തിരുമേനിയിലാണ്. ഓർത്തഡോക്സ് സഭയില് എല്ലാത്തിനെയും സ്വീകാര്യമായ കാഴ്ചയായി മാറ്റുന്നവനാണ് പ്രീസ്റ്റ്. ദൈവത്തിന് സ്വീകാര്യമായ കാഴ്ചയായി എന്തിനെ തന്റെ കൈ കിട്ടിയാലും മാറ്റുന്നവനാണ് പ്രീസ്റ്റ്. പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. ജാതികളെ ദൈവത്തിന് സ്വീകാര്യമായ കാഴ്ചയാക്കി മാറ്റുന്ന മിനിസ്ട്രിയാണ്, പ്രീസ്റ്റ്ലി റോളാണ്. ഇറ്റ്സ് അസൈൻഡ് ടു മീ. ഐ എം എ പ്രീസ്റ്റ് ഇൻ ദാറ്റ് സെൻസ്. നമുക്കറിയാം റോയൽ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ഇറ്റ് വാസ് എക്സോഡസ് 19-ാം അധ്യായം 7-ാം വാക്യത്തിൽ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള വാക്കുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന 9-ാം വാക്യം. 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ ജനമല്ലാതിരുന്നവർ, കരുണയില്ലാതിരുന്നവർ. ഇതെല്ലാം വിജാതീയരെ കുറിച്ചുള്ള പരാമർശമാണ്. They were not people. They had no mercy. ഇതിന്റെയൊക്കെ പരിധിക്ക് പുറത്ത് കിട്ടുന്ന ആളുകളെയാണ് പറയുന്നത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്.
ഇതിനെല്ലാം ഈ പറയുന്ന ബോധ്യങ്ങളെ മുഴുവൻ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പൗരോഹിത്യത്തിന്റെ ജനാധിപത്യവൽക്കരണം ആണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന രാജകീയ പുരോഹിത വർഗം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു യുണീക്നെസ്, ഗ്രേസ് ആണ്, ലവ് ആണ്, സ്നേഹമാണ്, ലൈഫാണ്. ഇതിനെല്ലാം ഇതൊക്കെയാണ് ടൂൾ. ലൈഫ് അഫോമിങ്, ലൈഫ് നെഗേറ്റിംഗ്. സ്നേഹം, ദ്വേഷം, ഇക്കാര്യത്തിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഹെയ്റ്റ് ഒക്കെ വല്ലാതെ വളർന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനുള്ള ചിന്തയിൽ നിന്നാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതിനുള്ള ടൂൾസൊക്കെ നമുക്ക് ഒരു കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തെഴുതിയിരിക്കുന്നു ന്യായപ്രമാണത്തിൽ, നീ എങ്ങനെ വായിക്കുന്നു? ആ വായനയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഹെർമെനൂട്ടിക്സ് എന്ന് പറയും. എഴുതിയിരിക്കുന്നത് പലതരത്തിലുണ്ട്, പക്ഷെ നമ്മുടെ വായനയെ ക്രിസ്തീയമാക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹം, ദി അഗാപ്പെ ലവ്, അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 വാക്യങ്ങളൊക്കെ കാണുന്നു. എന്ത് സംഭവിക്കുന്നു? അധർമ്മം പെരുകുന്നു, അനേകരുടെ സ്നേഹം. അന്ത്യകാലത്തെക്കുറിച്ചുള്ള എസ്കറ്റോളജിക്കൽ ഡിസ്കോഴ്സിന്റെ ഭാഗമായുള്ള വാക്യമാണ്. അധർമ്മം പെരുകുന്നു, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. എന്നെ തുടർന്നാണ് ഈ വ്രതന്മാർ, ഇലക്ട് എങ്ങനെയാണ് തെറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നത്. എലക്റ്റിന്റെ തെറ്റ് എന്ന് പറയുന്നത്, വീഴ്ച എന്ന് പറയുന്നത്, തെറ്റിപ്പോകൽ എന്ന് പറയുന്നത് ഈ സ്നേഹം തണുത്തു പോകുന്നതാണ്. അധർമ്മം പെരുകും, സ്വാഭാവികമാണ്. സ്നേഹം തണുക്കാൻ പാടില്ല എന്നുള്ളതാണ് എലക്റ്റിന് എലക്റ്റായിട്ട് നിൽക്കാനുള്ള മാർഗം. നമുക്കറിയാം, നമ്മൾ വ്രതന്മാർ തെറ്റുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഈ കാലത്തൊക്കെ ഒത്തിരി ഒരു ഫോബിയയുടെ കാലമാണ്. ഫോബിയായും പുതിയ നിയമത്തിന് നിരക്കുന്നതല്ല കേട്ടോ, ഭയം. നോക്കിയാൽ മതി, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നരകത്തിലേക്ക് പോകുന്ന 2-ാം തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ 1-ാമത് കിടക്കുന്ന ഭീരുക്കളാണ്, ഖബാട്സ്. പിന്നീടാണ് ദുർനടപ്പുകാർ, അവിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ലിസ്റ്റാണ്. പക്ഷെ ഈ ഭീരുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാമോഫോബിയ ഉള്ളവർ ഉൾപ്പെടെയാണ് ഭീരു. കാരണം അതിന് യോഹന്നാന്റെ സുവിശേഷം ലേഖനം കൂടെ വായിക്കണം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും, അല്ലെ? ഭയമുള്ളവന് സ്നേഹമില്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകില്ല. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ ടൂളാണല്ലോ ഭയപ്പെടുത്തുക. അപ്പൊ നമ്മുടെ സഭയിലില്ല, ദൈവത്തിന് സ്തോത്രം, സോഫാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അഭിഷിക്തർ എന്ന് പറയുന്ന ആളുകൾ പോലും ഇങ്ങനെ വളരെ വെനമസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത് കാണാം. ഹെയ്റ്റ്, ഭയപ്പെടുകയാണ്, അവർ ഭയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ നിലനിൽപ്പൊക്കെ ഭയങ്കര ഭീഷണിയാണ്. ഭയപ്പെടാൻ അനുവാദമില്ല. ഭയപ്പെട്ടാൽ നീ നരകത്തിലാണ്. വെരി മൊമെന്റ് യു സ്റ്റാർട്ട് സ്കെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്, യു ആർ ഇൻ ഹെൽ. അപ്പൊ നരകതുല്യരായിട്ടാണ് നമ്മൾ ഈ ഭീതി ജനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, ഭീതിയെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഭയന്നിരിക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കും എന്റെ ഭാവിക്ക്. ക്രിസ്ത്യാനിക്ക് ഇത് പറ്റത്തില്ല. വേദപുസ്തകമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഭയം ഉണ്ടാവാൻ പാടില്ല. ഇത് രണ്ടും കൂടെ, വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് ഭയം, അല്ലെ? ആകുലത എന്നൊക്കെ പറയുന്നത് എല്ലാം ഏകദേശമൊക്കെ സെയിമായിട്ട് വരും. അപ്പോ ദിസ് അഗാപ്പെ ലവ്, സ്നേഹം ആറിപ്പോകാതെ, അധർമ്മം എത്ര വരികയാലും, നമ്മുടെ നിലനിൽപ്പ് എത്ര ഭീഷണിയിലായാലും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം. ആദിമസഭ അതാണ് പറയുന്നത്. 4 കൊല്ലം, ഞാൻ ഈ പറഞ്ഞപ്പോൾ ഈ കുരിശെന്നൊക്കെ പറയുന്ന സഭയുടെ സിമ്പൽ പോലും ആയിരുന്നില്ല. കാരണം അത്രയ്ക്ക് ഇറ്റ് വാസ് എ വെരി ഹാർഡ് നട്ട് ടു ക്രാക്ക്. 4 കൊല്ലം, 4 കൊല്ലം എന്നല്ല, 4 ശതാബ്ദങ്ങൾ, 4 സെഞ്ചുറീസ് ഇങ്ങനെ സ്നേഹിച്ച, അധർമ്മം ഏറെ പെരുകിയ ഒരു ലോകത്ത് സ്നേഹിച്ച് മാത്രം ജീവിച്ച സമൂഹത്തിന്റെ പേരാണ് സഭ. ആ ലോകത്തിന്റെ ഷോക്ക് അബ്സോർബറായി പ്രവർത്തിച്ച സമൂഹത്തിന്റെ പേരാണ് സഭ. അല്പം പോലും ഭയപ്പെടാതെ ജീവനെങ്കിൽ ജീവൻ വെച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിയവരെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. വായന ശരിയാകാത്തതിന്റെ പ്രശ്നം, വായന വഴിമാറിപ്പോകുന്നതിന്റെ പ്രശ്നമൊക്കെയാണ് ഈ നാളുകളിൽ നമ്മളിങ്ങനെ ഭയന്നു തുടങ്ങിയത്, നമ്മുടെ സ്നേഹം മാറി തുടങ്ങിയത്. ഇതിനെയൊക്കെ റെഡീം ചെയ്യുന്നതിനുള്ള ഒരു വ്യാഖ്യാന ശാസ്ത്രം നമുക്ക് സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. വേദപുസ്തകം തന്നെയാണ്, പുതിയ നിയമം തന്നെയാണ് വായിക്കുന്നത്. എങ്കിലും
the struggle that the early church had, they grapple with all these things. എന്നിട്ടാണ് ഒരു പുതിയ നിയമം എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ ഒരു രണ്ടാം ഭാഗം നമുക്ക് കർത്താവ് ദൈവം തന്നത്. അപ്പം അതിൻ്റെ ഒരു ആസ്വാദ്യത മനസ്സിലാക്കാനും അതിന് പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നിലപാടുകളെ ക്രമീകരിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. I think it's a time for announcement. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുത്ത വെബിനാർ ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 253ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച മെയ് 24-ാം തീയതി രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വെബിനാറിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് ഏവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അനൗൺസ്മെന്റ് ആയിട്ട് നിർത്താനുള്ളത്. Thank you, Jacob sir. എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഫോറത്തിൽ ഇപ്പോൾ ഒരു 68 പേഴ്സൺസ് ഉണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ് ആയിട്ട്. അവർക്കെല്ലാം ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ കേൾക്കാം. ഹലോ കേൾക്കാം. ഓക്കെ ഓക്കെ. അപ്പോ അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് അച്ഛൻ വളരെ നല്ലതായിട്ട് നമ്മളെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. ദാറ്റ് ഓൾഡ് ടെസ്റ്റമെന്റ് ഒരു ഷാഡോ ആയിരുന്നു, ന്യൂ ടെസ്റ്റമെന്റ് വാസ് എ സബ്സ്റ്റൻസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. അതിന്റെ continuity is, it is not the continuity of Old Testament, it's a New Testament, and it's a discontinuity of the Old Testament. And he helped us to read, to think in a different way, the justice, righteousness, he defined the family and the priesthood, everything or a different definition. And at the end, he concluded by saying that the definition of grace and love is also totally different. And at the end, ഇപ്പോഴത്തെ നമ്മുടെ കണ്ടംപററി കാര്യങ്ങളാണ് ഇപ്പോഴത്തെ നമ്മൾ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ഫിയർ ആണ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ദ ക്രിസ്ത്യാനിറ്റി, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ എസ്പെഷ്യലി ഇൻ ദിസ് കൺട്രി. അവിടെ എല്ലാം ഉള്ളത് ബിക്കോസ് മണിപ്പൂരിൽ നമ്മൾ സിറ്റുവേഷൻസ് എല്ലാം കണ്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടെല്ലാം നമുക്കൊരു ഭയമാണ്. ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ അയക്കുമ്പോൾ ഞങ്ങൾക്കും ചില സമയത്ത് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ എടുത്തു പറയാൻ നമ്മൾക്കൊരു ഭയമാണ്. ഒരു അതുവരെ അച്ഛൻ നമുക്ക് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് സ്നേഹം ഭയത്തെ മാറ്റുന്നു. ലൈക്ക് നോ, സോ വി ഷുഡ് ബി റിയലി ലവിങ് ക്രൈസ്റ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ബി സ്ട്രോങ് ഇൻ അവർ ഫെയ്ത്ത്. അപ്പൊ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നൗ വി ഹാവ് ദിസ് ഓപ്പൺ ഫോറം വേർ anybody can ask questions or share or add more to what Achan has said. At the same time, ഞാനിത് എൻ്റെ മൊബൈലിലായോണ്ട് ചില സമയത്ത് എനിക്ക് ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നില്ലായിരിക്കും. അപ്പം ബെന്നി അല്ലെങ്കിൽ വിൽസൺ സാർ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, the forum is open for discussion. Thank you, Nebocha, for the wonderful session. Thanks, Ajay. Yes, I think Raju Philip sir ആണെന്ന് തോന്നുന്നു ആദ്യം കൈവർത്തുന്നത്. സർ ചോദിച്ചു. Good evening, everybody. Special good morning. Good evening. Good evening. Good evening. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. Good evening, ബിന്ദു എബ്രഹാം, മാഡം ആൻഡ് സച്ചൻ. നിങ്ങൾ രണ്ടുപേർ ചേർന്നിട്ട് ഇന്നത്തെ സെഷൻ വളരെയധികം പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നു. വളരെയധികം സമഗ്രമായിട്ടുള്ള ഒരു ചിന്തകൾ അവതരിപ്പിച്ചതിൽ പ്രത്യേകമായി രണ്ടുപേർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വിഷയം വളരെ ഉപകാരമായിട്ട് അവതരിപ്പിച്ചതായിട്ടുള്ള നിബുക്ക് വർഗീസ് അച്ഛൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. അച്ഛനെ വളരെയധികം പണ്ഡിതോചിതമായിട്ട് അല്ലെങ്കിൽ വളരെയധികം റിസർച്ച് ചെയ്തുകൊണ്ടാണ് വിഷയം അവതരിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കാൻ സാധിച്ചു. നിയമത്തിന്റെ ചില വേറിട്ട കാഴ്ചപ്പാടുകൾ, വേറിട്ട ചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു. മാത്യു 5:20 പറയുന്നത് പോലെ നിങ്ങളുടെ നീതി പരീശന്മാരുടെയും
ന്യായശാസ്ത്രിമാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പോഴേ പഴയ നിയമത്തിന്റെ നീതിയല്ല പുതിയ നിയമത്തിന്റെ നീതി, അല്ലെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുക, അവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ നീതി. അത് വെറും വാക്കുകളല്ലായിരുന്നു. അത് ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട്, ഒരു പർവ്വതത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയും അത് മറ്റൊരു മലയുടെ മുകളിൽ, അതായത് കാൽവറി മലയുടെ മുകളിൽ നിന്നുകൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ വലിയ ക്ഷമയുടെ, അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ അവിടെ നമുക്ക് പ്രാവർത്തികമാക്കുകയായിരുന്നു. ആ ക്രൂശിലെ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് അതാണ്. അത് ലോകത്തെ മുഴുവനും മാറ്റിമറിച്ചതായിട്ടുള്ള, ലോകത്തെ മുഴുവനും പിടിച്ചു കുലിക്കതായിട്ടുള്ള ഒരു ഒന്നാണ്. അതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ വാക്ക്, പുതിയ നിയമത്തിൻ്റെതാണ്. സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അതുപോലെ തന്നെ പറയുന്നതായിട്ടുള്ള ഗ്രേസ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെയും കാര്യങ്ങളാണ് പുതിയ നിയമത്തിലുള്ളതെന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും അഗാപ്പെ സ്നേഹം, പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം. പലപ്പോഴും നമ്മൾ സ്നേഹിക്കും, എന്നാൽ ആ സ്നേഹം ഒരു ഇഷ്ടം മാത്രമാണ്. അതായത് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പദവി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പണമുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ പലരും ഉണ്ടാകും. ഇതൊന്നും ഇല്ലാതെ പോകട്ടെ, ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുക. ഇതില്ലാത്ത അവസ്ഥയിലും ഭൗതിക ചുറ്റുപാടുകൾ എതിരായിരിക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിക്കാത്ത സ്നേഹം, അതാണ് കർത്താവിന്റെ സ്നേഹം, അഗാപ്പെ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹമായിട്ട് കാണുന്നത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, വംശാവലിയിലെ സ്ത്രീകളുടെ 4-5 സ്ത്രീകളുടെ 5 സ്ത്രീകളുടെ പേരാണ് എന്ന് പറയുന്നത്. ഈ 5 സ്ത്രീകളിൽ ചിലരൊക്കെയും ഒന്നൊരു വേശ്യയായിരുന്നു. ഒന്ന് ബത്ശേബ എന്ന് പറയുന്നത്, അത് മറ്റേ റഹാബ് എന്ന് പറയുന്ന വേശ്യയായിരുന്നു. താമാർ എന്ന് പറയുന്നത് അവിഹിത ബന്ധത്തിൽ കൂടിയാണ് അവരുടെ മകനുണ്ടാകുന്നത്. ഇങ്ങനെ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള പല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ അവിടെ തിരുത്തി കുറിക്കുന്നതായിട്ട് അവിടെ പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അത് കാണുന്നു. അതായത് തീർച്ചയായിട്ടും നമ്മുടെ ഈ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്ന് 1 യോഹന്നാൻ 4:18 വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തികഞ്ഞ സ്നേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഭയത്തിന്റെ ആവശ്യമില്ല. ഇന്ന് ഭയത്തിന്റെ പിടിയിലായിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഞാൻ ബൈബിളില് 365 പ്രാവശ്യം നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ട ആവശ്യമാണ്. അത് സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇതെല്ലാം അറിയാം. അതായത് രാത്രിയുടെ സമയത്ത്, അല്ലെങ്കിൽ ഇരുട്ടത്ത് കർത്താവിന്റെ കല്ലറയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർത്താവിനോടുള്ള തികഞ്ഞ സ്നേഹം കൊണ്ടാണ് അവർക്ക് ഭയമില്ലാതിരുന്നത്. അതുപോലെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കാൻ കഴിച്ചാൽ തീർച്ചയായിട്ടും ഭയത്തെ പുറത്താക്കാൻ സാധിക്കും. അതായത് എന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരെന്ന് കർത്താവ് പറയുന്നത്. കർത്താവിന്റെ ഇഷ്ടം ജീവനാണ് നാം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും മനുഷ്യനെ ദർശിക്കുകയും ചെയ്താൽ നിങ്ങൾ കള്ളന്മാരാണെന്നാണ് പറയുന്നത്. 4:20 യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? ഇതൊക്കെയും പുതിയ നിയമത്തിന്റെ വേറിട്ട ചിന്തകളാണ് എന്ന് മാത്രമല്ല പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്നത്തെ ഈ വിഷയം അടുത്തതായിട്ടുള്ള ഈ ലൈറ്റ് ടു ലൈറ്റ് ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൊച്ചമ്മ മൈക്ക് മ്യൂട്ടാണ്. ഹലോ, ഫിലിപ്പ് സാറെ പറഞ്ഞോളൂ. ഫിലിപ്പ് സാർ, ഫിലിപ്പ് കല്ലട് പറഞ്ഞോളൂ സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.
നിബേച്ചൻ്റെ പ്രസംഗം വാക്കുകൾ ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ വ്യത്യാസം എന്നിവ വളരെ ഭംഗിയായിട്ട് അച്ഛൻ പറഞ്ഞു. എനിക്കുള്ള 2 ചെറിയ സംശയങ്ങളല്ല, എൻ്റെ ധാരണകളാണ്. ഒന്ന്, മോശ പഠിപ്പിച്ചപ്പോൾ കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും പഠിപ്പിച്ചു. അത് ഞാൻ കേട്ടിട്ടുള്ളത് അന്നത്തെ ജനതയുടെ പ്രത്യേകതയാണ്. യഹൂദന്മാർ ലോകത്തിലെ ഏറ്റവും പരാക്രമശാലികളായ മനുഷ്യരാണ്. ആരെയും കീഴടങ്ങുകയില്ല, ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല. ചെന്ന ദേശത്തെല്ലാം അവർ അന്യജാതിക്കാരെ തകർത്തെറിഞ്ഞ് സ്വന്തമാക്കായിരുന്നു സ്ഥലങ്ങളെല്ലാം. കനാനിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ അനേക ജാതികളുണ്ടായിരുന്നു. അവരുടെ ഒന്നുകിൽ ഭയപ്പെട്ട അടിമകളാണ്, അല്ലെങ്കിൽ അവരെ കൊല്ലും. ഈ നിലയിലുള്ള മനുഷ്യരെ അവരിൽ പരസ്പരം ഈ കഷ്ടതയുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുക. അങ്ങനെ വഴക്ക് പിടിച്ച് ഒരാളുടെ കണ്ണ് പോയാൽ ആ വംശത്തെ, ആ കുടുംബത്തെ മുഴുവൻ കൊല്ലുന്ന സ്വഭാവമായിരുന്നു എതിർ കക്ഷിക്കുണ്ടായിരുന്നത്. ഇത് മോശ കണ്ടിട്ടാണ്. മോശ പറഞ്ഞാൽ ഒന്നും ചെയ്യരുത്, അവരെ സ്നേഹിക്കണമെന്ന് പറയാനുള്ള കഴിവുണ്ടെങ്കിലും അത് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുകയില്ല, ചെയ്യുകയുമില്ല. അതുകൊണ്ടാണ് ഒരു കണ്ണിന് പകരം നീ ഒരു കണ്ണ് മാത്രം കളഞ്ഞ പ്രശ്നം തീർക്കെന്ന് പറഞ്ഞത്. ഒരു പല്ലിന് പകരം അവനെ കൊല്ലണ്ട, ഒരു പല്ല് കളഞ്ഞ് പ്രശ്നം തീർക്കുക എന്ന് പറഞ്ഞത്. ഈ തരത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ഈ മാറ്റത്തെ പരിവർത്തനമെന്നല്ലേ നമ്മൾ പറയേണ്ടത്, അതോ നിവൃത്തീകരണമെന്നുമാണോ? എൻ്റെ ഒരു സംശയമാണത്. രണ്ടാമത്, ഈ വംശാവലി എന്ന് പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. യഹൂദന്മാരുടെ മഹത്വം കാണിക്കുന്നതിനും യഹൂദ ജാതിയിലാണ് യേശുക്രിസ്തു വന്നതെന്നുള്ളതിനും മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായ വംശാവലി പറയുന്നത് 5 സ്ത്രീകളെ ഉപയോഗിച്ചാണ്. രാജുബിൽ സാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. സത്യത്തിൽ ആ വംശാവലിയുടെ അബദ്ധങ്ങളാണ് അതിലൂടെ പറഞ്ഞത്. അതിലൊന്നും ഒരു കാര്യവുമില്ല. വംശാവലിയിലല്ല, മനുഷ്യത്വത്തിലും സ്നേഹത്തിലുമാണ് യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് മുൻപോട്ട് പറയാനുള്ള ഒരു മാർഗമായിരുന്നു അത്. ഇത് രണ്ടുമാണ് എനിക്ക് മനസ്സിലാക്കിയ 2 ധാരണകൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ. താങ്ക് യു സർ. നെബൂച്ചൻ, നമ്മളുടെ അത്യാലച്ചനെ കൂടെ കേട്ടിട്ട് നമ്മൾ സംസാരിക്കുന്നതാണോ? അത്യാലച്ചൻ, ഹലോ, കേൾക്കാമോ? യെസ്, കേൾക്കാം. ഓക്കെ. നെബൂച്ചൻ്റെ പ്രഭാഷണത്തിനായിട്ട് വളരെ നന്ദി. വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് ഉയർത്തിയത്, അല്ലെങ്കിൽ ഒരു വിഷയമാക്കി തീർത്തത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം അവിടെ നമുക്കറിയാം. കണ്ടിന്യൂറ്റി ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അച്ഛൻ കൂടുതൽ ശക്തീകരണം കൊടുത്തത് ഡിസ്കണ്ടിന്യൂറ്റിക്കാണ്. പക്ഷെ അതിന് ആദ്യം അതിനെടുത്തതായിട്ടുള്ള ഒരു ഉദാഹരണം സഫറിങ് സെർവൻ്റ് എന്നുള്ളത്. അതായത് നസറായനായ യേശു, യഹൂദന്മാർ പിടിച്ച് കൊന്ന ഈ മനുഷ്യൻ, അയാൾ തന്നെയാണോ യഹൂദന്മാര് നോക്കി പാർത്തിരുന്ന അവരുടെ രാജാവ് ആയ ക്രിസ്തു, അനോയിന്റഡ് വൺ ഓഫ് ഗോഡ്? വാസ്തവത്തിലെ യഹൂദന്മാരുമായിട്ടുള്ള തർക്കം ആദിമവിശ്വാസികളുടേത് അത് തന്നെയായിരുന്നു. യേശുവിൻ്റെ ക്രൂശിൽ എഴുതി വെച്ചതായ കുറ്റസംഗതി, നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ ഇവർ വന്ന് പറഞ്ഞു, രാജാവെന്ന് പറഞ്ഞു എന്ന് എഴുതണമെന്ന്. അതായിരുന്നു കുറ്റം. രാജാവെന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ല. അല്പം കൂടെ ഒന്ന് ചിന്തിച്ച് ഒരു റിഫ്ലക്ഷൻ ആവശ്യമായി വരുന്ന ഒരു കാര്യം, ഇത്ര വളരെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആശയം. അതായത് മശിഹ ഒരിക്കലും സഫറിങ് സെർവൻ്റ് ആയിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ, അതായത് അങ്ങനെ പറഞ്ഞു വന്നവരെ, അതായത് ഈ ക്രൂശിക്കപ്പെട്ട യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞവരെ ഉപദ്രവിച്ച് നടന്ന ശൗല് പെട്ടെന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാനിരിക്കണമെന്ന് വിചാരിച്ചു എന്നും,
ആദിമ വിശ്വാസികൾക്കെല്ലാവർക്കും തന്നെ ഒരു സംശയമില്ലാതെ പറയാൻ ആഗ്രഹിച്ചത് അവർ പറഞ്ഞതായ കാര്യമെന്ന് പറയുന്നത് ഈ യേശു തന്നെയാണ് ക്രിസ്തു. അപ്പൊ അത്ര ഒരു ബന്ധമില്ലാത്തതായ ആ ഒരാശയം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആശയം ഈ യേശുവുമായി ബന്ധപ്പെട്ട് ചേർത്ത് ഇത് ക്രിസ്തീയ സഭയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു വിശ്വാസമായി തീരാനിടയായത് എങ്ങനെയാണ് എന്നുള്ളതായ ഒരു ചോദ്യം. അതിന് എന്ന് മാത്രമല്ല, ആദിമസഭയിലെ ഉള്ള വിശ്വാസികളൊക്കെ വളരെയധികം ആവേശത്തോടെ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. അക്കൂട്ടത്തിലാണ് ഈ സഫറിംഗ് സെർവന്റിന്റെ ടെക്സ്റ്റ് ഒക്കെ വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ചില പ്രൂഫ് ടെക്സ്റ്റ്സ്, യഹൂദന്മാർക്ക് ഇതൊന്നും ഒരു വിശ്വാസമില്ല, പക്ഷെ ഇവിടുന്നും ഒക്കെ ചില പ്രൂഫ് ടെക്സ്റ്റ് എടുത്തിട്ട് പ്രൂവ് ചെയ്യുക, ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിച്ചു പോന്നു എന്ന ശൗലിനെ കുറിച്ച് പറയുന്നത്. അതായത് പൗലോസ് ചെന്ന് പ്രസംഗിച്ച സമയത്ത് അന്ത്യോക്യയിലൊക്കെ ചെന്നുള്ള തൻ്റെ പ്രധാന വിഷയം അതായിരുന്നു. അതെന്റെ ചോദ്യം, ഇത്ര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങൾ തമ്മിൽ മശിഹായുടെ സഫറിങ്ങും അത് സാധ്യമല്ലാത്ത ഒരു കാര്യം, പക്ഷെ ഇത് തന്നെയാണ് എന്ന് അത്ര ശക്തിയോടുകൂടെ ആദിമസഭ ആദ്യം മുതൽ തന്നെ പ്രസംഗിച്ചു വരുവാനും വിശ്വസിച്ചു വരുവാനും ഉണ്ടായ അതിന് മുഖാന്തരമായി തീർന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു. Thank you, Achan. I will go to Lebo Achan for the answer of Philip sir and Atyalachan. താങ്ക് യു ഫിലിപ്പ് സാർ ആൻഡ് അത്യാലച്ചൻ. അത്യാലച്ചൻ്റെ സാന്നിധ്യമൊക്കെ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏബ്രാച്ചനെ കണ്ടു, അത്യാലച്ചനെ കണ്ടു. ഇത് കാണുമ്പോഴേ നമ്മുടെ ഒരു ഭയം തോന്നുന്നു. എങ്കിലും രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന് പ്രത്യേകം നന്ദി. ഫിലിപ്പ് സാറ് പറയുകയായിരുന്നല്ലോ, നമ്മളിപ്പോൾ നോക്കിയാൽ എന്ത് മാറ്റമാണ് സാറേ ഉണ്ടായിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോഴും അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നതും ഒരു പല്ല് പോയാൽ ഒരു ക്ലാനിനെ ഇല്ലാതാക്കണം, പാകിസ്ഥാന്റെ ചരമദിനമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് നമ്മൾ. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഈ മില്ലേനിയ മുമ്പോട്ട് പോയെങ്കിലും വി സ്റ്റിൽ ഹാവ് ദാറ്റ് പിന്നെ ട്രൈബൽ കോൺഷ്യസ്നസ് എന്നൊക്കെ പറഞ്ഞ ഒരു സമ്മതിക്കുകയല്ല. അത്രയ്ക്കും മൃഗമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്യരുത് എന്നൊന്ന് ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ ദി എക്സ്ട്രീം എൻഡിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോയത്. സ്നേഹിക്കുക, കാട്ടിക്കൊടുക്കുക, അതൊക്കെ വിജയത്തിന്റെ മാർഗമാണ് എന്ന് ലോകം കണ്ടതാണ്. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഐ ഫോർ ആൻ ഐ വിൽ മേക്ക് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ്. ഞാനും പറയും, ഈ ചെവിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് മറ്റേ ചെവിട്ട് കാണിച്ചു കൊടുത്താൽ അതൊരു വിജയമാണെന്ന് നമ്മളെ കാട്ടിത്തന്നത് ക്രിസ്ത്യാനികളെക്കാളും കൂടുതലായി മഹാത്മാഗാന്ധിയാണല്ലോ. അപ്പം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഇവിടെ നിന്ന് വായിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പൊളിറ്റിക്കൽ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ദർ ആർ മെനി റീസൺസ്. അല്ല, അവിടെ ഇതിന്റെ ശക്തിയെക്കുറിച്ച് ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്ന് പറയുമ്പോൾ അത് സ്വന്തം രക്തമാണ് എന്ന് കാട്ടിത്തന്നവനാണ് കർത്താവ്. അത് വളരെയധികം ഭംഗിയായി നമ്മൾ കാലങ്ങളായി പ്രസംഗിക്കുന്നുണ്ടെങ്കിലും വി സ്റ്റിൽ ഹാവ് ദ ടെൻഡൻസി, നമ്മൾ അതിലേക്ക് അങ്ങ് വീണു പോവുകയാണ്. അത് പരിവർത്തനമാണോ നിവർത്തീകരണമാണോ ഞാൻ എന്നുള്ള സാറിൻ്റെ ഒരു പൊസിഷന് ഞാൻ സാറിന് തന്നെ അത് വിടുകയാണ്. അതിനെ നിവർത്തീകരണം എന്നുള്ള രീതിയിലാണ് വേദപുസ്തകം പ്രസന്റ് ചെയ്യുന്നത്. അതിനകത്ത് തീർച്ചയായും അതിനകത്ത് ഒരു ട്രാൻസ്ഫോംഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബട്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സഫറിംഗ് സെർവൻറ്റ്, സഫറിംഗ് മെസ്സിയ ഒരു ലെൻസിലൂടെ നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഈസ് ദി നിവർത്തീകരണം. പിന്നെ അച്ഛൻ്റെ ചോദ്യത്തിന് പ്രത്യേകം നന്ദി. ഡിസ്കണ്ടിന്യൂറ്റി എങ്ങനെ ഓൺ ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് അന്നേ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെ സംഭവിച്ചു എന്നുള്ള ദൈവത്താൽ സംഭവിച്ചു എന്നുള്ള ഉത്തരമാണ്. സ്കോളർലി ആൻസർ ഫോർ ദാറ്റ്. ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്നും. ഇതല്ലാതെ ഇത് ഇത്രയ്ക്കും റാഡിക്കൽ, ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു ആശയലോകമാണെന്ന് നമ്മൾ മറന്നു പോകുന്നു, അല്ലേ? നമ്മൾ
കർത്താക്കന്മാരും ദൈവങ്ങളും കർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവനെ വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നമുക്കറിയാം, മുറിവ് കണ്ടപ്പോഴാണ് തോമസ് വിളിക്കുന്നത് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അങ്ങനെ മുറിഞ്ഞ ദൈവത്തെ കണ്ടപ്പോൾ നമുക്കൊരു ഗ്ലാസിന്റെ വാക്ക് പൊട്ടിയാൽ നമ്മൾ മാറ്റി വെക്കുന്നവരാണല്ലോ. അതാണ് ബ്രോക്കണൊക്കെ ബ്ലെമിഷാണ്, ഊനമാണ് എന്ന് പറയുന്ന ഒരു ലോകത്ത് നിന്ന് ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. മുറിവ് പറ്റുക, പരാജയപ്പെടുക ഇതൊക്കെ പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. എന്നാൽ ദിസ് ഇസ് റാഡിക്കലി സംതിങ് ന്യൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഐ വുഡ് സേ ഇറ്റ് ഈസ് ദ ലവ് ദാറ്റ് ഹിസ് ഡിസൈപ്പിൾ എക്സ്പീരിയൻസ് ത്രൂ ക്രൈസ്റ്റ്. അഗപ്പ ലവ് എന്ന് പറയുന്ന ജീവിച്ച സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ ജീവിച്ചപ്പോൾ സംഭവിച്ചതാണിത്. കാരണം ദേ ഹാഡ് നോ അതർ ചോയ്സ്. പൗലോസ് പറയുന്ന നിർബന്ധം എന്നൊക്കെ പറയുന്നതിനെ അങ്ങനെ കാണേണ്ടി വരും. കാരണം അനുഭവിച്ചത് വേറെ ലെവൽ സ്നേഹമാണ്. നമ്മൾ ഈ പത്രോസിന്റെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചതാണല്ലോ. പത്രോസിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ കൂടെ നടന്ന ശിഷ്യന്മാരിൽ 12 പേര് 10 പേരെയും ഈ സ്നേഹം, അല്ലാതെ വെറുതെ ആശയം പറഞ്ഞുകൊണ്ടായില്ലല്ലോ. ഡോണ്ട് നോ യുവർ ഐഡൽസ് എന്ന് പറയും. നിങ്ങളുടെ ഐഡൽസിനെ അറിയാതിരിക്കുകയാണ് ഭേദം. 2 ദിവസം കൂടെ താമസിച്ചേ കഴിഞ്ഞു. എന്നാൽ അവിടെയാണ് 3.5 കൊല്ലം യേശുവിനോടൊപ്പം താമസിച്ച ഈ മനുഷ്യര് യേശുവിന് വേണ്ടി അവൻ പറഞ്ഞ ആശയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ പെർസുവേഷൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ കമ്പൽഷൻ എന്ന് പത്രോസ്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു പൗലോസ് പറയുന്ന ആ കാര്യം, ദാറ്റ് ഈസ് divine origin. Jesus is Son of God, and the people around him experienced the heavenly love agape through him. They had no other choice but to follow. They had to find something new to bridge the gap, and they did find it out from their own scripture. That is the new hermeneutics. That is the servant of Lord, servant of God, everything. And they had no other option. ഇത്രയ്ക്കും വൈപരീത്യം നിറഞ്ഞ, ഇത്രയ്ക്കും സങ്കീർണമായ റോമൻ സാമ്രാജ്യ ലോകത്ത് അതിൻ്റെ ഘടകവിരുദ്ധമായ ഈ വഴിയിൽ സഞ്ചരിക്കാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കിയത് ദൈവസ്നേഹത്തിന്റെ നിർബന്ധമാണ് എന്ന് മാത്രം കാണാനാണ് എനിക്കിഷ്ടം. താങ്ക് യു. താങ്ക് യു. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു ആശയം ഞാൻ പറയട്ടെ. ഈ ഉയർത്തെഴുന്നേൽപ്പ്, ഐ മീൻ ദാറ്റ് മസ്റ്റ് ഹാവ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആണിപ്പാടുകൾ കണ്ട് ആ സമയത്താണ് തോമസ് ദൈവമേ എന്ന് പോലും വിളിക്കുന്നത്. ഒരുപക്ഷെ അത് ദാറ്റ് വുഡ് ഹാവ് മെയ്ഡ് ദി, അതല്ലേ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ മറ്റേ ഒരു കാരണം കൂടെ ഒരുപക്ഷെ കാണും അവിടെ. ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള മറ്റൊരു പ്രധാന സംഗതി ക്രിസ്തീയ സഭയുടെ രക്ഷയെക്കുറിച്ചുള്ള രക്ഷാസിദ്ധാന്തത്തിന്റെ വളരെ അടിസ്ഥാനമായി തീർന്ന് എല്ലാവരും അത് സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിലെ യാഗമെന്നുള്ളതായ ആശയമാണ്. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യാഗത്തിലൂടെ ചൊരിഞ്ഞ രക്തത്തിലൂടെ രക്ഷയുണ്ടായി എന്ന് ആണ് സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ഒരു ചിന്തയിലെ അച്ഛന് എബ്രായ ലേഖനം കൂട്ടി ചെയ്തല്ലോ. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് പറഞ്ഞാൽ യാഗമാണ് എന്ന് പറയുന്നുവെങ്കിൽ ആ സാക്രിഫൈസ് ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് സാക്രിഫൈസ്. അത് തൻ്റെ ശുശ്രൂഷയിലൂടെ താന് ക്രൂശിലേക്ക് നയിക്കപ്പെട്ട് മഹാപുരോഹിതൻ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രധാന ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നും കൂടുതൽ അപ്പം ചെയ്യാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ, അപ്പം സാധാരണ ഇതിൻ്റെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് തീർന്നിരിക്കുന്ന ക്രൂശ് രക്ഷയ്ക്ക് നിദാനമായി തീർന്നു എന്ന് പറയാനുള്ള അതിൻ്റെ ഒരു ഉത്തരമായിട്ട്, പ്രധാന ഉത്തരമായിട്ട് പറയുന്നത് അറ്റോൺമെന്റ് തിയറിയൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അത് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിലും മറ്റുമുള്ളതായ യാഗം, ആ യാഗത്തിലൂടെ ചൊരിയപ്പെടുന്ന രക്തത്തിലൂടെ ഉണ്ടാകുന്ന പാപത്തിന്റെ ശുദ്ധീകരണം എന്നൊക്കെ അപ്പം എൻ്റെ ചിന്തയില് അവിടെ ഒരു വലിയ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ബിക്കോസ്
This is absolutely a new kind of sacrifice, nothing to do with the Old Testament type of sacrifice എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് പക്ഷേ വളരെയധികം ഇവ തമ്മിൽ ചേർത്ത് ചിന്തിച്ച് രക്ഷയും പഴയ നിയമത്തിൽ പറയുന്ന പോലുള്ളതായ ഒരു യാഗം അതുമാണ്. ഒന്ന് രണ്ട് ചെറിയ റെഫറൻസസ് ഒക്കെ ഉണ്ട്. സൺ ഓഫ് മാൻ കെയിം നോട്ട് ടു സി ഒരു അറ്റോൺമെന്റ് എന്നുള്ളതായ ആശയങ്ങളൊക്കെ വരുന്നിടത്തെ സംഗതി അല്ല. അച്ഛൻ്റെ ഈ പൊതുവേ ഉള്ളതായ സമീപനത്തോട് എനിക്ക് വളരെയധികം യോജിപ്പാണുള്ളത്. പക്ഷേ ഓൾഡ് ടെസ്റ്റമെന്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ പുതിയ നിയമത്തിലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ 66 പുസ്തകങ്ങൾ അടങ്ങുന്നതായ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റ് തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. മാഷീനൊക്കെ അത് വേണ്ടെന്ന് പറഞ്ഞാലും ഒടുവിൽ നമ്മളത് അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ്. പക്ഷെ ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ശരിയായ സുവിശേഷത്തിന് അല്പം വ്യത്യസ്തമായ രീതിയിൽ പല കാര്യങ്ങളും വ്യാഖ്യാനിക്കാനും ഒക്കെ ഇടയായിത്തീരുന്നു എന്ന് എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞുള്ളൂ. താങ്ക് യു വെരി മച്ച് അച്ഛൻ. താങ്ക് യു അത്യാലച്ച. ജസ്റ്റ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബൈ വിൽസൺ സാർ. അതുകൊണ്ട് നമുക്ക് കേട്ടിട്ട് ഇന്ന് ഈ ഫോറം വൈൻഡപ്പ് ചെയ്യാം. ടൈം. യെസ് വിൽസൺ സാറ്. ഞാൻ ഈ അച്ഛന്റെ പ്രഭാഷണത്തില് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ പ്രഭാഷകരും പഴയ നിയമത്തിന്റെ കണ്ടിന്യൂറ്റി പുതിയ നിയമത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അതൊരു ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാനുള്ള ഒരു ആർജവം അച്ഛൻ കാണിച്ചതിൽ അച്ഛനെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. പൂർണ്ണമായി അർത്ഥത്തിൽ ഡിസ്കണ്ടിന്യൂറ്റി എന്നല്ലെങ്കിൽ പോലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയാൻ അച്ഛൻ ധൈര്യപ്പെട്ടതില് അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ എൻ്റെ ഒരു സംശയമാണ്. എൻ്റെ ഒരു സംശയത്തിൽ ഈ വേദപുസ്തകത്തിന്റെ ക്രോഡീകരണത്തിലും ഒക്കെ മനഃപൂർവമായ പഴയ നിയമത്തിന്റെ കണ്ടിന്യൂറ്റി കാണിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ അബ്രഹാമിന്റെ പാരമ്പര്യം തൊട്ട് തുടങ്ങിയിട്ട് ആ ജനറേഷന്റെ ലിസ്റ്റ് കൊടുത്തേച്ച് മുന്നോട്ട് പോകും തോന്നുന്നു. ഓരോ സംഭവവും ഇത് പ്രവചന നിവൃത്തിയാകാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് ഇടയ്ക്കിടയ്ക്ക് മത്തായിയുടെ സുവിശേഷം ആവർത്തിച്ച് പറയും. സകലവും നിവൃത്തിയാകാൻ വേണ്ടി. അപ്പം അവിടെ അറിഞ്ഞുകൊണ്ട് മത്തായി എന്ന സുവിശേഷകന് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി കടന്ന് കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നതായിട്ട് കാണും. പിന്നെ അടുത്തത് പൗലോസിന്റെ ലേഖനങ്ങളാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഞാൻ പറയുമ്പോൾ ക്ഷമിക്കണം, പലയിടത്തും യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം അത്യാലക്ഷം പറഞ്ഞ പോയിന്റ് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ അറക്കപ്പെട്ട കുഞ്ഞാണെന്നുള്ള ചിന്തയും, അതായത് ഈ മൃഗബലിയും പഴയ നിയമത്തിലെ ബലിക്ക് തുല്യമായ ഒരു ബലി ഇവിടെ ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ബോധപൂർവമായിട്ട് പോലും കൊണ്ടുവരികയും പാപത്തിന്റെ മോചനത്തിന് പ്രാധാന്യമായി യേശുക്രിസ്തുവിന്റെ സുവിശേഷം മൊത്തം പഠിക്കുമ്പോൾ പാപമോചനത്തിനേക്കാൾ സ്നേഹത്തിന്റെ രാജ്യം, ദൈവരാജ്യം, സ്നേഹരാജ്യം, സ്നേഹത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കാനാണ് ക്രിസ്തു പറയുന്നത്. പക്ഷേ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഈ സ്നേഹത്തിന് തീർച്ചയായിട്ടും കൊരിന്ത്യൻ ലേഖനത്തിലെ ഒരു കൊരിന്ത്യർക്ക് എഴുതിയ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തു ഊന്നൽ കൊടുത്ത സ്നേഹത്തിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പാപമോചനവും പഴയ നിയമത്തിന്റെ വലിയ പഠിപ്പിക്കലുകളൊക്കെ യേശുക്രിസ്തുവിനെ അതിലൂടെ പുതിയൊരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തി പഴയ നിയമത്തിന്റെ പിന്തുടർച്ചയായിട്ട് പൗലോസ് വളരെ ബുദ്ധിമുട്ടിയും പലയിടത്തും ബോധപൂർവവും ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ പൗലോസ് ഹൈജാക്ക് ചെയ്തെന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് എൻ്റെ അറിവില്ലായ്മയായിരിക്കാം, എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇങ്ങനെയുള്ള ഇതും പാപമോചനത്തെ പറ്റി
ഉള്ള ഒരു പ്രഖ്യാപനം ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് കാണുന്നത്. അത് പൗലോസിന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനാണ് ലൂക്കോസ്. പൗലോസിന്റെ പഠിപ്പിക്കലുകൾ അതിനകത്ത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് അച്ഛന്റെ ഒരു അഭിപ്രായം കേൾക്കാൻ താല്പര്യമാണ്. ഓക്കെ, രാജുവച്ചൻ സംസാരിക്കണം ആഗ്രഹിക്കുന്നു. രാജുവച്ചന്റെ ക്വസ്റ്റ്യനോട് കേട്ടിട്ട് അച്ഛന്റെ അൺമ്യൂട്ട് ചെയ്യോ? യു വാണ്ട് ടു സേ സംതിങ് രാജുവച്ചൻ? ഞാൻ പറയട്ടെ. ഈ യാഗം, പാപമോചനം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് യേശുവിൻ്റെ ജീവിതത്തെ തളച്ചിടാതെ യേശു ജീവിതത്തിൽ എടുത്ത ധാർമ്മിക നിലപാടുകൾക്ക് കൊടുക്കേണ്ട വന്ന വിലയായിട്ട് ക്രൂശ് കാണുകയും ക്രിസ്തീയ വിശ്വാസ സമൂഹം ആ ധാർമ്മിക നിലപാടുകളിൽ തുടർച്ചയായിട്ട് ദൈവരാജ്യ പ്രഘോഷകരായിട്ട് ആ നിലപാടുകളോടെ ഈ ലോകത്തിൽ ജീവിക്കുകയും ചെയ്യണം. ഈ പഴയ നിയമത്തിൻ്റെ കാറ്റഗറിയിലോട്ട് അതിനെ ഉൾപ്പെടുത്തി യേശുവിനെ അങ്ങനെ ഒരു യാഗവസ്തുവായി, ബലിയായി, സ്വയയാഗമായി, യാഗവസ്തുവായി തീർന്നതൊക്കെ ഉള്ള ഈ പഠിപ്പിക്കലുകളൊന്നും യേശുവിൻ്റെ ധാർമ്മിക നിലപാടുകളുടെ ഔന്നത്യങ്ങളിലേക്ക് ഉയരുവാൻ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന് കഴിയണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. താങ്ക് യു. Thank you, Acha. Acha, Nebochan, your comment, and that's we are winding up with the Nebochan's comment. Yes. Thank you, Rajicha, for your comment. ഞാൻ വിൽസൺ സാറിന്റെ ചോദ്യത്തിനും അഭിപ്രായത്തിനും നന്ദി. ഞാൻ ഈ പോളൊരു പ്രശ്നക്കാരനാണെന്ന് കാണുന്ന ഒരാളല്ല ഞാൻ. Of course, there is the term Pauline Christianity. Pauline Petrine സംഘർഷത്തിലാണ് സഭ രൂപീകരിക്കപ്പെടുന്നതെന്നൊക്കെയുള്ള പല ആർഗ്യുമെന്റ്സും പത്രോസും പോളൈൻ, അതായത് യേശുവിന്റെ ഉണ്ടായിരുന്ന യേശു പാലസ്തീനിലെ ഒരു മെൻഡിക്കന്റ് ഒരു തരത്തിൽ കൈകാര്യം ചെയ്ത ഒരു ഗ്രൂപ്പിനെ പോള് ഒരു മെട്രോപൊളിറ്റൻ സിറ്റികളിലെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറുന്നു. ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു. വി ക്യാൻ ഡെഫിനറ്റ്ലി there's a term called Pauline Christianity. ഇതൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും ഈ പാപമോചനത്തെയും പാപബോധത്തെയും ഒന്നും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പാപമോചനം തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി മച്ച് there as part of my spirituality. ഞാൻ പോൾ പറയുന്ന പോലെ പ്രൈമറിലി ഞാൻ പാപികളിൽ പ്രധാനി എന്നുള്ളൊരു ബോധം എനിക്ക് തീർച്ചയായും അതിൻ്റെ പ്രൈമറി ഐഡന്റിറ്റി ആയിട്ട് തന്നെ കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കൃപയിലല്ലാതെ ക്രിസ്തുവിൻ്റെ സഹായം കൂടാതെ എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ആത്മീയ ബലഹീനനുമാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഇഷ്യൂ വിത്ത് പാപമോചനം ആൻഡ് ഓൾ. ഓഫ് കോഴ്സ് ഇതെല്ലാം നമ്മളെ എംപവർ ചെയ്യുന്നതാണ്. ഞാനൊരു അതെല്ലാം ഓരോ ഫിലോസഫിക്കൽ വേൾഡാണ്. ഈ സോളിഡാരിറ്റി എന്നൊക്കെയുള്ള കൺസെപ്റ്റ്, ആദ്യം എന്നൊക്കെയുള്ള ഒരുത്തന്റെ പാപത്താൽ എല്ലാവരും വീണു, ഒരുത്തന്റെ രക്ഷ, ഇതൊക്കെ ഫിലോസഫിക്കൽ. അന്നത്തെ ദാറ്റ് വാസ് നീഡഡ് during those times. And ഞാൻ പറഞ്ഞില്ലേ, they were grappling with all these things. They had to present it somehow to the world that he is the savior of the world. Jesus is primarily savior for me. He is the savior of the world. എൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കുന്നത് കൊണ്ട് വന്നവനാണ്, മോചിപ്പാനിരിക്കുന്നവനാണ് അവൻ. ഇറ്റ്സ് നോട്ട് ഔട്ട് അബൌട്ട് ഇറ്റ്. ദേ നീഡ് കാറ്റഗറീസ്. അവർക്ക് വളയങ്ങൾ വേണമായിരുന്നു, അല്ലാതെ കണ്ടിന്യൂറ്റീസ് ആവശ്യമായിരുന്നു. they strive for it, they struggle with this, with all these things. ഇതെല്ലാം അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പം ഇതൊന്നും ഒരു അപകടകരമായ ആത്മീയ ജീവിതത്തിന് അപകടകരമാകുന്നു. എൻ്റെ കർമ്മശേഷിയെ, എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള എനിക്ക് അധ്വാനശേഷി അത് കട്ടയിൽ ചെയ്യുമെന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അതൊരു അപകടം പിടിച്ചൊരു ബോധ്യമാണെന്ന് അറിയുന്നുണ്ട്. ഇതിനെല്ലാം വിഗ്രഹവൽക്കരിക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാത്തിനെയും അതിൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഓവറാർച്ചിങ് ലവ് എന്നുള്ള ഒരു സാധനം, ഞാൻ ലൈഫ് ആൻഡ് ഗിവിങ് ലൈഫ്, ഞാൻ അതിനോട് പറയട്ടെ, യേശു ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ടു വർഷിപ്പ് മീ. ജീസസ് വാണ്ടഡ് us, all of us, to follow him. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇറ്റ് ഈസ് ടഫ് ടു ഫോളോ, ദാറ്റ്സ് വൈ വി ചൂസ് ദ വേ ഓഫ് വർഷിപ്പ്. അപ്പൊ അതെല്ലാം ഈ പാപിയാണെന്നുള്ള ബോധമൊന്നും ഈ
ഫോളോയിങ്ങിനൊരു തടസ്സമൊന്നുമല്ല. അതിനകത്തെല്ലാം ആ ഒരു തീർച്ചയായിട്ടും വി സി ദാറ്റ് ഇൻ പീറ്റർ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ഹി ഡിനൈഡ് 3 times and Jesus' love was capable enough to restore him. മനുഷ്യനെ പിടിക്കാൻ വേണ്ടി അവനെ വീണ്ടും നിൽക്കാനും മരണം കൊണ്ട് തന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയാണ് പത്രോസ്. യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി വാളെടുത്ത് വെട്ടിയവൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു, ഇവൻ എങ്ങനെയാണ് മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്ന് കാണത്തക്ക വിധത്തിലുള്ള ട്രാൻസ്ഫർമേഷൻ ഇസ്ലാം. അതിനകത്ത് പാപക്ഷമയുണ്ട്, റെസ്റ്റോറേഷൻ ഉണ്ട്. പാപക്ഷമ ഇവർ കിട്ടാഞ്ഞുകൊണ്ടാണ് ജോൺ 21 ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 1-on-1 ഒരു റെക്കൺസിലിയേഷൻ, ഒരു റെസ്റ്റോറേഷൻ. ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് സ്പിരിച്വൽ നമ്മുടെ എൻഡേഴ്സ്, നമ്മുടെ സ്ട്രഗിൾസ്. ഓൾവേസ് തിങ്സ് ബി ദെയർ. നമ്മളെല്ലാവരും സ്നേഹത്തിൽ തികഞ്ഞവരായി ക്രിസ്തു തലയോളം സകലത്തിലും വളരുന്നതിനുള്ള ഒരു യാത്ര മുമ്പോട്ട് തുടരുക എന്നുള്ളതാണ്. താങ്ക് യു, സർ. Thank you, Nibochin. Thank you, everybody who participated in the discussion by asking questions, by giving your comments, as well as by listening. Many people were listening. So, വളരെ നന്ദിയുണ്ട്. Thank you so much. And as അച്ഛൻ നമുക്ക് എല്ലാ സ്റ്റഡി ഫോറവും നമുക്കൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് ടു കണ്ടിന്യൂ അവർ സ്റ്റഡീസ്. എന്ന് വെച്ചാൽ നമ്മൾ നിർത്തുകയല്ല, നമുക്ക് കുറച്ചുകൂടെ നമ്മളെ പേഴ്സണൽ വ്യൂവിലും നമ്മളുടെ ചർച്ചയിലും നമ്മൾക്കിത് പഠിച്ചുകൊണ്ടിരിക്കാം. താങ്ക് യു സോ മച്ച്. ഓവർ ടു ബെന്നി. കൊച്ചമ്മ, അടുത്ത വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് വൺമണി സാറാണ്. നമ്മുടെ അഡ്മിൻ കൂടി ആയിരിക്കുന്നുവല്ലോ. റോയ് സാറിനെ ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ക്ഷണിച്ചോളൂ. ഏറ്റവും ബഹുമാന്യയായ മോഡറേറ്റർ ബിന്ദു എബ്രഹാം കൊച്ചമ്മ, ഇന്ന് നമുക്ക് ഈ സെമിനാറിന് നേതൃത്വം നൽകിയ ബഹുമാനായ നിബു കെ വർഗീസ് അച്ഛൻ, പ്രിയമുള്ള ലൈറ്റ് ടു ലൈറ്റനിലെ അംഗങ്ങളെ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു സെമിനാറിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമുക്ക് വേറിട്ട വായന ഉണ്ടാവണം എന്നതിലേക്കാണ് ഈ സെമിനാർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതായ, നിരന്തരം പുതുക്കുന്നതായ ചിന്തകളും വ്യാഖ്യാന രീതികളും ഒക്കെ, ജീവിത വീക്ഷണവും ലോകവീക്ഷണവും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ വളരെ പ്രസക്തമാകുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇന്ന് ഈ സെമിനാർ എന്നെ വളരെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കൂടുതൽ പഠനവും കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങളും അനിവാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സെമിനാർ എന്നെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെമിനാറ് വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിന്ദു എബ്രഹാം കൊച്ചമ്മയാണ് ഇന്ന് ഈ സെമിനാറിന്റെ മോഡറേറ്ററായിട്ട് സേവനമനുഷ്ഠിച്ചത്. വളരെ മനോഹരമായി, വളരെ സമയബന്ധിതമായി ഈ സെമിനാർ അവസാനിപ്പിക്കുന്നതിനും തക്കവണ്ണം കൊച്ചമ്മയുടെ നേതൃത്വം, ഇടപെടലും വളരെ പ്രയോജനം ചെയ്തു. ബഹുമാനപ്പെട്ട കൊച്ചമ്മയോട് ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നിബു കെ വർഗീസ് അച്ഛനെ എനിക്ക് നേരത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ ഇന്നത്തെ പ്രഭാഷണത്തിലൂടെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും മാർത്തോമാ സഭയുടെ ഒരു ഭാവി വാഗ്ദാനമാണ്. നാളുകളിലെ ഒരു പുതിയ നിയമ പണ്ഡിതൻ എന്ന നിലയിൽ അറിയപ്പെടാൻ പോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അച്ഛൻ്റെ ഒരു ചിന്താ പദ്ധതിയുടെ പോക്ക്, അതിൻ്റെ ദിശ മാത്രം മനസ്സിലാക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്, നാളുകളിൽ നമ്മുടെ ദൈവശാസ്ത്ര മേഖലകളിൽ പ്രശോഭിക്കാൻ പോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്
നെബു കെ വർഗീസ് അച്ഛൻ എന്നുള്ളതാണ്. അച്ഛൻ്റെ ഭാവി ജീവിതത്തിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിൽ, ഈ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട നെബു കെ വർഗീസ് അച്ഛനോടുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ആൻസി സാം പള്ളിപ്പാട് അവറുകളാണ്. ബഹുമാനപ്പെട്ട ആൻസി സാം പള്ളിപ്പാട് അവറുകളോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രാരംഭത്തിൽ ഗാനം ആലപിച്ചത് ഇവാഞ്ചലിസ്റ്റ് സാം ജോർജ് അവറുകളാണ്. അദ്ദേഹം തന്നെയാണ് സമാപന പ്രാർത്ഥനയും നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് സാം ജോർജ് സാറിനോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് അനൗൺസ്മെന്റിന് നേതൃത്വം നൽകിയ അഡ്മിൻ കൂടിയായ VI ജേക്കബ് സാർ, ഇതിന് വേണ്ട നേതൃത്വപരമായ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം ചെയ്ത ബെന്നി പരിവണം സാർ, ഈ സെമിനാർ ഇത്ര മനോഹരമായി സംഘടിപ്പിക്കുന്നതിന് അഹോരാത്രം പണിപ്പെട്ട വിൽസൺ കരുവന്നൂർ സാർ, ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യരായ എല്ലാ വ്യക്തിത്വങ്ങളോടും ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഇത് വിജയിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. അമേരിക്കയിൽ ഉള്ളവർക്ക് സുപ്രഭാതവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റോയ് സാർ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന് നൽകുന്ന എല്ലാ നേതൃത്വത്തിനും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് സാം ജോർജ് പള്ളിപ്പാട് പ്രാർത്ഥിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയുന്നതുമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് സൂം പ്ലാറ്റ്ഫോമിലൂടെ കൂടി വരുവാനും പാട്ടുപാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ആഴമായിട്ട് കേൾക്കുവാനും പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും ഞങ്ങൾക്ക് ലഭിച്ച അതിനുള്ള സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ നിബോധനായിട്ട് സ്തോത്രം. അതിൻ്റെ ശുശ്രൂഷകളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവാണ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്. ഞങ്ങൾക്ക് നിലനിൽക്കാൻ ദൈവേൽപ്പിക്കുന്നതായ ഉത്തരവാദിത്തത്തോടും ഞങ്ങളുടെ ഞങ്ങൾ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ രാത്രി ഞങ്ങളുടെ ഉറക്കം ആരാധിപ്പാൻ ശുദ്ധിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന ദൈവം കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരും കൂടിയും നാം കേട്ട പുതിയ നിയമ ഉൾക്കാഴ്ചകളോട് കൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.